Hello dear students, ഞാൻ ധന്യൻ വർഗീസ് നിങ്ങളുടെ ഫാക്കൽറ്റി ഫോർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ. അപ്പോൾ നമ്മുടെ RTP Jan 2025 ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സെഷനിൽ കൂടെ RTP ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് ഇത്തവണ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് അതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്കറിയാം നമ്മുടെ പേപ്പർ ഒരു 70-30 രീതിയിലാണ് പോകുന്നത്. 70 മാർക്സ് ഫോർ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് 30 മാർക്സ് ഫോർ ഒബ്ജക്റ്റീവ്. അങ്ങനെയാണ് നമ്മുടെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ പേപ്പർ. So, ഇവിടെ RTP അങ്ങനെ തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഇസ് the multiple choice question and the next is the descriptive. But we'll be starting off with descriptive. അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും we'll be coming and discussing the multiple choice. I'll give you a few tips also how to find out the answer easily. അല്ലെങ്കിൽ നമ്മൾ ഈ മൊത്തം കഥ വായിക്കുമ്പോൾ it would be a case based question. So, നിങ്ങൾക്ക് എങ്ങനെ ടൈം സേവ് ചെയ്യാം and all I'll be giving you tips. So, we'll be sorting it out. So first, ഒട്ടും സമയം കളയാതെ തന്നെ let us start with the session. We are going to start with the descriptive part. Descriptive questions-ലോട് നമ്മൾ in detail ആയിട്ട് പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഓരോ കുട്ടികളുടെ കൺസേൺസ് വന്ന് നോക്കാറുണ്ട് കമന്റ് ബോക്സിൽ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന RTP ക്വസ്റ്റൻസിൽ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ കം ആൻഡ് റിപ്ലൈ ടു യുവർ doubts. Okay, so let us start with the session. First one, XY is it limited issued a prospectus to raise funds for a new manufacturing project. After successfully raising the funds, the company identified an investment opportunity in a different industry 6 months later, requiring a significant portion of the funds. The proposed investment involved trading in equity shares of other listed company. The board of directors suggested varying the original objectives for which the funds were raised to allow this new investment and recommended passing a SR in the company's general meeting. While the promoters and controlling shareholders supported this change, some shareholders expressed concerns, particularly regarding the deviation from initially stated purpose of the funds. So, initially, അവർ കുറച്ച് ഫണ്ട് റേസ് ചെയ്തിരുന്നു for a new manufacturing project. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് അവർ ട്രേഡിംഗ് ഇൻ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവിലോട്ട് പോകുന്നത്. അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയുന്നു ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു SR പാസ്സാക്കി എടുക്കണം. പ്രൊമോട്ടേഴ്സ് ഓക്കെ പറയാണ്, പക്ഷെ ചില ഷെയർ ഹോൾഡേഴ്സ് അവരുടെ കൺസേൺസ് എക്സ്പ്രസ് ചെയ്തു. Now, based on the provisions of Companies Act 2013, advise on the validity of the proposal to redirect the funds towards this new investment. So, നമ്മുടെ പബ്ലിക്കിനടുത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നു. ആ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പറയുന്ന പേർപ്പസിനല്ലാണ്ട് പറയുന്ന ഒബ്ജക്റ്റീവിനല്ലാണ്ട് ആ ഫണ്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുവാണെന്നുണ്ടെങ്കിൽ വേരിയേഷൻസ് ഇൻ ദി ഒബ്ജക്റ്റ് ആണ് ഫോർ വിച്ച് ദ പ്രോസ്പെക്ടസ് വാസ് ഇഷ്യൂ. സോ അത് മറ്റേ ഡീലിന്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 27 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആണ്. സെക്ഷൻ 27 ആണ് പറയുന്നത് നിങ്ങൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു, ഫണ്ട് റേസ് ചെയ്തു, ഒരു ഒബ്ജക്റ്റീവിനാണ് റേസ് ചെയ്തത്, ആ പറയുന്ന ഒബ്ജക്റ്റീവിനല്ലാണ്ട് ആ ഒരു ഡീവിയേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം സെക്ഷൻ 27. സോ നിങ്ങൾ ആൻസർ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എ ക്വിക്ക് തിങ്, നമ്മൾ 3 ഡിഫറെന്റ് പാരഗ്രാഫ് ആക്കി കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒരു 1 പാരഗ്രാഫ് ആക്കി. ഇപ്പൊ RTP ആകുമ്പോൾ അവർക്ക് അത്രയും ഒരു വലിയ ബൾക്കി ഡോക്യുമെന്റ് വേണ്ട. സോ ഒരു പ്രസന്റേഷൻ ചോദിക്കുവാണെങ്കിൽ യു കെൻ ഗോ ഫോർ 3 ഡിഫറെന്റ് പ്രസന്റേഷൻ: പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ. അല്ലെങ്കിൽ വേറൊരു പ്രസന്റേഷനും കൂടി ഉണ്ട്, പ്രൊവിഷൻ, അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ ടുഗെദർ. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എന്താണോ അതായ സെക്ഷൻ പറയുന്നത്, എന്താണോ സപ്പോർട്ടിംഗ് സെക്ഷൻ ഈ ഒരു കേസ് ബേസ് സിനാരിയോനെ സപ്പോർട്ട് ചെയ്യുന്ന ആൻസർ ആയിട്ടുള്ളത്, ദാറ്റ് യു വിൽ പ്രസന്റ് ഇൻ ദ പ്രൊവിഷൻ. ഒരു ലൈൻ വിടുക, ഗിവ് ദ ഹെഡിങ് അനാലിസിസ്, ക്വസ്റ്റിന്റെ മെയിൻ ഫാക്ട്സ് കൊടുക്കും. എന്നിട്ട് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഇപ്പൊ ഇത് ചോദിച്ചേക്കുന്ന അങ്ങനെ ഡീവിയേഷൻ നടത്തുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. സോ അതിനുള്ള ഉത്തരം കൺക്ലൂഷനിൽ കൊടുക്കുക. അല്ല അനാലിസിസ് കൺക്ലൂഷൻ ഒരുമിച്ച് എഴുതണം എന്നുണ്ടെങ്കിൽ ഫാക്ട്സും ആ കൺക്ലൂഷനും കൂടെ ഒരുമിച്ച് എഴുതിയിട്ട് യു വിൽ കൺക്ലൂഡ്. പ്രൊവിഷൻ അഗൈൻ റിമെയിൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കും, വിച്ച് ഇസ് എ സപ്പോർട്ടിംഗ് സെക്ഷൻ. സെക്ഷൻ മറന്നു പോവുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013, അതായത് ആക്ട് ഏതാണോ അത് ജസ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് പറഞ്ഞ് മാത്രം എഴുതുക. ഇഫ് യു കനോട്ട് റിക്കലർ ദി സെക്ഷൻ നമ്പർ. അപ്പൊ ആൻസറിലോട്ട് പോകും. നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 27 ആണ്. According to section 27 of the Companies Act 2013, the terms of a contract referred to in a prospectus or objects of the prospectus has been issued can be varied. So, എന്ത് ടേംസിനാണോ നമ്മൾ ഇഷ്യൂ ചെയ്തത് അത് വേണം എന്നുണ്ടെങ്കിൽ വേരി ചെയ്യാം. ബട്ട് only with the authority of the company in its general meeting. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കണം ബൈ വേ ഓഫ് SR. അതും അവർ ക്വസ്റ്റിൽ പറയുന്നുണ്ടല്ലോ, SR പാസ്സാക്കി എടുക്കണം. സോ ദാറ്റ് ഇസ് കറക്റ്റ്. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. അവർ എന്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാന്നാണ് ക്വസ്റ്റിൽ പറയുന്നത്, ഓർക്കുന്നുണ്ടോ? ദ ട്രേഡിംഗ് ഇൻ
ഇക്വിറ്റി ഷെയർസ്. അതാണ് അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ട്രേഡിംഗ് ഇൻ ഇക്വിറ്റി ഷെയർസ്. അതാണ് ആ പർപ്പസിലോട്ടാണ് അവർ ആ ഫണ്ട് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അത് ഓക്കെ ആണോ? സെക്ഷൻ 27 അത് അലൗ ചെയ്യുന്നുണ്ടോ? ഇല്ല. The second proviso to the section prescribes that such class of company is not to use any amount raised by its through the prospectus for buying, trading or otherwise dealing in equity shares of any other listed company. നിങ്ങൾ റേസ് ചെയ്ത ഫണ്ട് വേറൊരു പർപ്പസിന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് യു കനോട്ട് യൂസ് ഇറ്റ് ഫോർ ബൈയിങ്, trading or otherwise dealing in equity shares of another listed company. അവർ ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സെക്ഷൻ 27 പറയുന്നത് നിങ്ങൾ വേറെ എന്തിനു വേണമെങ്കിലും ഉപയോഗിച്ചോ, ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. വേറെ എന്തിനു ഉപയോഗിക്കാൻ നേരത്തെ നിങ്ങൾ SR പാസ്സാക്കി എടുത്താൽ മതി. പക്ഷെ ഈ ഒരു കാര്യം ചെയ്യാൻ SR പാസ്സാക്കിയിട്ടും കാര്യമില്ല. കണ്ടിന്യൂ ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ. XYZ പ്ലാൻ ചെയ്യുന്നത് ഈ നമ്മളിപ്പോ പറഞ്ഞ പോലെ ട്രേഡിംഗ് ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് അതർ ലിസ്റ്റഡ് കമ്പനിയാണ്. ഈവൻ ദോ XYZ ലിമിറ്റഡ് ഒരു SR പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ബൈയിങ്, ട്രേഡിംഗ്, അതർവൈസ് ഡീലിംഗ് ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് എനി അതർ ലിസ്റ്റഡ് കമ്പനിയാണ്. അതുകൊണ്ട് സെറ്റ് പ്രപ്പോസൽ ഫോർ ദി ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ഇസ് നോട്ട് വാലിഡ്. അതിനെ നമുക്ക് വാലിഡ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. സോ വേറൊരു പർപ്പസിനായിരുന്നെങ്കിൽ അവർ ക്വസ്റ്റിൽ പറയുന്ന പോലെ SR പാസ്സാക്കിയാൽ മാത്രം മതിയായിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. Going to the next one. XYZ Tech Solution is a growing technology company that has seen significant contribution from its employees and directors in the development of a groundbreaking software product. To reward these key contributors, the board proposed issuing sweat equity shares. So, directors-ine, employees-ine support ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് കുറച്ച് എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. XYZ Tech Solutions Limited already has issued ordinary equity shares but has never issued sweat equity shares. Already അവർ sweat equity shares ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവർ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ sweat equity shares അവർ ഇതുവരെ ഇഷ്യൂ ഒന്നും ചെയ്തിട്ടില്ല. The company has a paid up equity share capital of 20 crores. ഇതൊക്കെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ആണ്. നേരത്തെ അതായത് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ആ കണ്ടീഷൻസ് പഠിക്കുമ്പോൾ യു ക്യാൻ കണക്ട് ഇറ്റ്. അതായത് ഓൾറെഡി അവർ ഓർഡിനറി ഇക്വിറ്റി ഷെയർസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടില്ല. അവരുടെ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 20 crore ആണ്. ദ കമ്പനി ഹാസ് പ്രപ്പോസ് ടു ഇഷ്യൂ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് വർത്ത് 4 CR. സോ അവർ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് വർത്ത് 4 CR ആണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ദ കമ്പനീസ് ബോർഡ് ഹാസ് ഡ്രാഫ്റ്റഡ് SR outlining the proposed issue of sweat equity shares and including the specific details such as number of shares, the current market price, consideration if any, and the class of directors and employees eligible to receive the shares. So, അവര് ഒരു SR പാസ്സാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എത്ര ഷെയർസ് കൊടുക്കുന്നു, കറന്റ് മാർക്കറ്റ് പ്രൈസ്, കൺസിഡറേഷൻ, ഏത് ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസിന് കൊടുക്കുന്നു, എല്ലാം SRനകത്ത് വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. The company has approached you to advise them about the issue of said sweat equity shares in the line with the provisions of Companies Act 2013. So, ഇതിനെ കണക്ട് ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 54 of the Companies Act 2013. സെക്ഷൻ 54 of the Companies Act 2013 ഇഷ്യൂ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിനെ പറ്റി പറയുന്നത്. അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. SR പാസ്സാക്കിയിരിക്കണം. SR പാസ്സാക്കുമ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഏത് ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസിനാണ് കൊടുത്തത്, മാർക്കറ്റ് പ്രൈസ് എന്താണ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. SR പാസ്സാക്കി 12 monthsനുള്ളിൽ തന്നെ ആ പറയുന്ന സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് കൊടുക്കുക. പിന്നെ ഒരിക്കലും സ്വെറ്റ് ഇക്വിറ്റി കൊടുക്കുന്ന സമയത്ത് ഇത്ര ലിമിറ്റിനേക്കാളും കൂടാൻ പാടില്ല. ഒരു വർഷമാണെന്നുണ്ടെങ്കിലും ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, 15% or 5 CR വിച്ച് എവർ ഇസ് ഹയർ. അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് സെക്ഷൻ 54 പറയുന്നുണ്ട്. That is the conditions that you have to comply with. So ആ കണ്ടീഷൻസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Let us start. According to Section 54 of the Companies Act 2013, a company may issue sweat equity shares if all of the conditions are fulfilled. എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽഡ് ആണെങ്കിൽ അവർക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. എങ്ങനെയാണ്? ഷെയർസ് ഓഫ് ദാറ്റ് ക്ലാസ് മസ്റ്റ് ബി ഓൾറെഡി ഇഷ്യൂഡ്. ആ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ക്ലാസ് ഓൾറെഡി ഇഷ്യൂഡ് ഷെയർ ക്ലാസ് ആയിരിക്കണം. ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പാടില്ല. ഫസ്റ്റ് സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പാടില്ല. സെക്കൻഡ്, ഇഷ്യൂ ഇസ് ഓതറൈസ്ഡ് ബൈ SR പാസ്സാക്കിയിരിക്കണം. SRനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മാർക്കറ്റ് പ്രൈസ്, കൺസിഡറേഷൻ, ഏത് ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസിന് കൊടുക്കുന്നു, ആ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന SR പാസ്സാക്കി 12 മാസത്തിനുള്ളിൽ അലോട്ട്മെന്റ് നടത്തിയിരിക്കണം. ഒരു വർഷം സ്വെറ്റ് ഇക്വിറ്റി ഇത്രയിൽ കൂടാൻ പാടില്ല. ദാറ്റ് ഇസ് ഹയർ ഓഫ് ദ ഫോളോയിങ്. ഹയർ ഓഫ് 15% of existing paid up equity share capital or
5 CR whichever is higher. ഇത് ഒരു സോറി ഇത് ഒരു വർഷത്തെ ലിമിറ്റ് ആണ്. ഒരു വർഷത്തെ ഡ്യൂറിങ് എ ഇയർ. ദ ഇഷ്യൂൻസ് ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഒരു വർഷവും ഇത്രയിൽ കൂടാൻ പാടില്ല. പിന്നെ ഒരിക്കലും എത്രയിൽ കൂടാൻ പാടില്ല. ഷാൽ നോട്ട് എക്സീഡ് 25% ഓഫ് ദ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി അറ്റ് എനി ടൈം. സോ ഒരു വർഷത്തെ ലിമിറ്റ് ആണ് തൊട്ട് മോളി പറഞ്ഞത്. പിന്നെ ഒരിക്കലും 25% കൂടാൻ പാടില്ല. അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് നോക്കി. അവർ SR പാസ്സാക്കിയിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർ ഓൾറെഡി ഇഷ്യൂഡ് ക്ലാസ് ആണ്, അതെല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം ഒരു വർഷത്തെ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ എപ്പോഴെങ്കിലും ആയിട്ട് എക്സീഡ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അവർ ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഈ കമ്പനി സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ അവർ പറയുന്നത് എത്രയാണെന്ന് നോക്കിയാൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 20 CR അല്ലേ. 20 CR നമ്മൾ ഓൾറെഡി മുകളിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടാൻ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഓർത്തിരിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ഫോർ യു. സോ 20 CR ആണ് പറയുന്നത്. സോ 15% ഓഫ് 20 CR വിൽ കമ്പ്യൂട്ട് ആൻഡ് സി. 15% of 20 CR which is 3 CR or 5 CR whichever is higher. So 5 CR. So ഒരു വർഷം ഈ പറയുന്ന കമ്പനിക്ക് എത്രയിൽ എക്സീഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, 5 CR വരെ പോകുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല. 5 CR വരെ അവർക്ക് പോവാം. ഓക്കെ, 5 CR എക്സീഡ് ചെയ്യാൻ പാടില്ല, അതാണ് ഉദ്ദേശം കേട്ടോ. Thus, a company can issue sweat equity shares to the tune of 5 CR. However, the company cannot issue such shares more than 25% of the paid up equity share capital. 20 CR na 25% എന്ന് പറയുന്നത് 5 CR. സോ ഒരിക്കലും 5 കോടിയിൽ കൂടാൻ വേണ്ടി പാടില്ല. ഈ കമ്പനി എത്ര ഇഷ്യൂ ചെയ്യുന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? 4 CR ആണ്. If you see the company wants to issue only 4 CR. So within the limit അല്ലേ വരുന്നത്. സോ ബാക്കി എല്ലാ കണ്ടീഷൻസും ഓൾറെഡി ക്വസ്റ്റൻ അത് സാറ്റിസ്ഫൈ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. All what we have to do is this particular computation. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വർക്കിംഗ് നോട്ട് ആയിട്ട് കാണിക്കുക. എങ്ങനെ 15% 5 CR higher of the following 5 CR. ഒരിക്കലും 25% കൂടാൻ വേണ്ടി പാടില്ല. സോ മാക്സിമം ലിമിറ്റ് 5 CR ആണ്. കമ്പനി എത്ര ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ? 4 CR കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇറ്റ് ഇസ് വിത്തിൻ ദി ലിമിറ്റ്. Hope it's clear. So കമ്പനിക്ക് ഇക്വിറ്റി ഷെയർസ് 4 CR വരെ കൊടുക്കാം. You will conclude like that. Our first question was from prospectus chapter. Second question was from share capital and debentures. Next question load the poor. Okay. PQR Limited, a manufacturing company, is in the process of expanding its operations. To support this expansion, PQR Limited has acquired a plot of land along with the buildings on it from ABC Limited, another company in the same industry. So PQR ഒരു manufacturing company ആണ്, expanding process-ലാണ്. എക്സ്പാൻഷന് സമയത്ത് വേറൊരു പ്ലോട്ട് അലോങ് വിത്ത് ബിൽഡിംഗ് അക്വയർ ചെയ്തു. ദ പ്രോപ്പർട്ടി ഹൗഎവർ ഇസ് സബ്ജക്ട് ടു ആൻ എക്സിസ്റ്റിംഗ് ചാർജ്. ഓൾറെഡി അതിന്റെ മുകളിലൊരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് എ ബാങ്ക് ആസ് എ സെക്യൂരിറ്റി ഫോർ എ ലോൺ ടേക്കൺ ബൈ ABC Limited. സോ അതിന്റെ മുകളിൽ ഓൾറെഡി ഒരു ചാർജ് ക്രിയേറ്റഡ് ആണ്. This charge had been registered by ABC Limited at that time. Already ABC Limited registered ആയിരുന്നു ആ സമയത്ത്. The directors of PQR Limited are of the opinion that as a charge for the property was already created, there is no further obligation to be fulfilled from the side of PQR Limited. Already charge registered ആയതുകൊണ്ട് ഇനിയും PQR Limited പുതിയതായിട്ട് അക്വയർ ചെയ്യുന്ന കമ്പനി ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആഫ്റ്റർ നെഗോസിയേഷൻ, അതാണ് ആ കമ്പനിയുടെ ഡയറക്ടേഴ്സ് പറയുന്നത്, PQR Limited ഡയറക്ടേഴ്സ് പറയുന്നത്. ആഫ്റ്റർ നെഗോസിയേഷൻ, ദ ബാങ്ക് ആസ് എ ചാർജ് ഹോൾഡർ കൺസെൻസ് ടു ദ സെയിൽ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു PQR Limited. ബാങ്ക് പറഞ്ഞു ഞങ്ങൾക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, PQR Limited പോട്ടെ. With the condition that PQR Limited must register a new charge over the acquired property as security for its loan obligation. ബാങ്ക് പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ട്രാൻസ്ഫർ ചെയ്ത് പോയിക്കോട്ടെ, പക്ഷെ PQR Limited വീണ്ടും ഒരു പുതിയ ചാർജ് ക്രിയേറ്റ് ചെയ്യണം. Advise whether the contention of directors of PQR Limited is correct. Directors-ന്റെ contention ശരിയാണോ എന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. Give your answer in terms of the provisions of Companies Act 2013. Section 77 ആണ് registration of charges-നെ പറ്റി പറയുന്നത്. So that is what you have to connect and write. Start ചെയ്യാം. Creation of charge. The provision of section 77 relating to the registration of charge പറയുന്നത് a company acquiring any property subject to a charge within the meaning of that section. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒരു കമ്പനി അക്വയർ ചെയ്യാണ്, ഓൾറെഡി അതിന്റെ മുകളിൽ ഒരു ചാർജ് ക്രിയേറ്റഡ് ആണ്, or any modification in terms and condition or the extent or operation of any charge registered under that section.
അപ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, മോഡിഫിക്കേഷൻ ഓഫ് ചാർജും നടത്തിയിട്ടുണ്ട്. According to Section 79 of the Companies Act, in case of a property where charge is already registered and if it is sold with the permission of the charge holder, it shall be the duty of the company acquiring it to get the charge registered under Section 77. സോ സെക്ഷൻ 79 പ്രകാരം പറയുകയാണ്, ഏതെങ്കിലും ഒരു കമ്പനി ഓൾറെഡി ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു അസറ്റ് അക്വയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ പുതിയ കമ്പനി പഴയ കമ്പനി രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ ചാർജ് രജിസ്റ്റർ ചെയ്യണം. കാരണം ട്രാൻസ്ഫർ പ്രോപ്പർട്ടി നടക്കുമ്പോൾ മറ്റേ ആളുടെ പ്രോപ്പർട്ടി മാറി പുതിയ ആളുടെ മാറിയില്ലേ. സോ ആ പുതിയ കമ്പനിയും ഈ പറയുന്ന ചാർജ് സെക്ഷൻ 77 പ്രകാരം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. വിതിൻ എ പീരീഡ് ഓഫ് 30 days ഓഫ് അക്വിസിഷൻ ഓഫ് ചാർജ്. അതല്ലേ സെക്ഷൻ 77 പറയുന്നത്. എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഒക്കെ ഉണ്ട്. സോ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി നടക്കുമ്പോൾ പുതിയ കമ്പനി അക്വയർ ചെയ്യുന്ന കമ്പനി ചാർജ് രജിസ്റ്റർ ചെയ്തിരിക്കണം. According to the provisions of Section 77, when a company acquires property that is subject to an existing charge, it is a duty of acquiring company. നമ്മുടെ കേസിൽ ആരാണ്? PQR Limited ആണ്. To register the charge as its own. ഇനിയിപ്പോൾ ഇത് PQR ലിമിറ്റഡിന്റെ പ്രോപ്പർട്ടിയാണ്. സോ PQR ലിമിറ്റഡ് ഈ പറയുന്ന ചാർജ് സെക്ഷൻ 77 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. This means that PQR Limited must create a fresh charge over the acquired property and register it with the ROC as per Section 77. So Section 77 പ്രകാരം PQR Limited ആ ചാർജ് അക്വയർ ആ പ്രോപ്പർട്ടി അക്വയർ ചെയ്തു which is subject to a charge. അത് അവർ അക്വയർ ചെയ്ത് കഴിയുമ്പോൾ സെക്ഷൻ 77 പ്രകാരം ഒരു പുതിയ ചാർജ് അവർ ക്രിയേറ്റ് ചെയ്യണം. Now, upon acquisition, it is PQR's limited responsibility to ensure that the provision of charge is effectively discharged and the new charge is registered in name, reflecting PQR Limited as the current owner and debtor of the charge. So, PQR Limited acquire ചെയ്തതിന് ശേഷം ചാർജ് ക്രിയേറ്റ് ചെയ്യുക. അവരുടെ പേര് വേണം ഇനി ആ പറയുന്ന ചാർജ് ക്രിയേറ്റ് ചെയ്ത് കിടക്കാൻ. ഹെൻസ് കണ്ടൻഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് PQR Limited ശരിയാ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം ഓൾറെഡി ക്രിയേറ്റഡ് ആണെങ്കിൽ പോലും PQR ലിമിറ്റഡ് ചെയ്യണ്ട എന്ന് പറയുന്ന ആ കണ്ടൻഷൻ ഡയറക്ടേഴ്സ് എടുത്തത് തെറ്റാണ്. കാരണം സെക്ഷൻ 79 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പുതിയൊരു കമ്പനി ഒരു ചാർജ് അക്വയർ ചെയ്ത് കഴിയുമ്പോൾ ആ പുതിയ ചാർജ് ഹോൾഡർ പുതിയ കമ്പനി ഈ പറയുന്ന ചാർജ് നോർമലി സെക്ഷൻ 77 അടിയിൽ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ അവർ ഈ പുതിയ ചാർജ് ക്രിയേറ്റ് ചെയ്യണം. പുതിയതായിട്ട് അക്വയർ ചെയ്യുന്ന കമ്പനി ആരാണോ അവർ സെക്ഷൻ 77 പ്രകാരം ഒരു പുതിയ ചാർജ് ക്രിയേറ്റ് ചെയ്യണം. സോ നേരത്തെ കണ്ടൻഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ PQR Limited they made a statement, the contention made by the directors of PQR Limited is not correct അല്ലെങ്കിൽ is not maintainable. എങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. So next question was from registration of charges chapter. Now, going to the next question. Start here. Vishal Limited is an unlisted public company having 5 directors in its board. ഇങ്ങനത്തെ ചെറിയ ഇൻഫർമേഷൻ എടുത്താണ്. വിശാൽ ലിമിറ്റഡ് ആണ്, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണ്. 5 directors in its board which includes 2 independent directors. SAM Private Limited is a subsidiary of Vishal Limited. So deemed to be public company ആയി മാറിയ ഈ SAM Private Limited നമുക്കറിയാലോ പബ്ലിക് കമ്പനിയുടെ ഒരു സബ്സിഡിയറി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും ഇറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി എ പബ്ലിക് കമ്പനി. 271 ഡെഫിനേഷന് തൊട്ട് താഴെ പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ പറയുന്നുണ്ട്. Let us continue. Actively carrying on its business, having a paid share capital of 1.5 CR with 14 members and turnover of 18 CR. So let us highlight that. SAM Private Limited ആണ്, പക്ഷെ അതൊരു സബ്സിഡിയറി കമ്പനി ഓഫ് എ പബ്ലിക് കമ്പനിയാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 1.5 CR, ടേൺ ഓവർ 18 CR. സ്മോൾ കമ്പനിയുടെ എന്തോ ഒരു സംഭവം വരുന്നുണ്ട്, പക്ഷെ എക്സെപ്ഷൻസിനകത്തും ഇത് കവേർഡാണ്. കാരണം സ്മോൾ കമ്പനിയുടെ പ്രൊവിഷൻ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറിക്ക് ആപ്ലിക്കബിൾ അല്ല, സെക്ഷൻ ഇൻ കമ്പനിക്ക് ആപ്ലിക്കബിൾ അല്ല, വേറൊരു കമ്പനി ബോഡി കോർപ്പറേറ്റ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട് ആണെങ്കിലും കവേർഡ് അല്ല. സോ ഇതൊരു ഡീം ടു ബി പബ്ലിക് കമ്പനിയാണ്. സോ ഓട്ടോമാറ്റിക്കലി സ്മോൾ കമ്പനി ആവില്ല. And the said company is not a startup company. It is a startup private company. It is also provided that SAM Private Limited is not a startup company. In the context of aforesaid case scenario, please answer to the following questions. Whether SAM Private Limited is mandatorily required to prepare a cash flow statement. Our mandatory cash flow statement prepare cheyanda avashyamundho as a part of its financial statement. Provide your answer by analyzing SAM Private Limited into the following category of companies. Small company, dormant company. നമ്മൾ ഈ ക്യാഷ് ഫ്ലോസ് നമ്മുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡെഫിനേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന അതിനകത്തൊരു എക്സെപ്ഷൻ പോലെ പറയുന്നുണ്ട്. ചില കമ്പനീസിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. 1% കമ്പനി, സ്മോൾ കമ്പനി, ഡോമന്റ് കമ്പനി, അങ്ങനത്തെ കമ്പനി, സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി, ഇങ്ങനത്തെ കമ്പനീസിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ
ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സോ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഈ പറയുന്ന സാം പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സ്മോൾ കമ്പനി ആണോ നോക്കുക, അതുപോലെ ഒരു ഡോമന്റ് കമ്പനി ആണോ നോക്കുക. ആ പറയുന്ന കാറ്റഗറിയിൽ ഇവർ വരുവാണെങ്കിൽ, ഈ സാം പ്രൈവറ്റ് ലിമിറ്റഡ് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ എക്സെപ്ഷനകത്ത് കവേർഡ് ആണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈവൻ ദോ ഈ പറയുന്ന സാം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ paid up share capital 1.5 CR, turnover 18 CR, which is within the limit of small company ആണെങ്കിൽ പോലും it is a subsidiary of Vishal Limited. Vishal Limited എന്ത് കമ്പനിയാണ്? പബ്ലിക് കമ്പനിയാണ്. സോ deemed to be a പബ്ലിക് കമ്പനിയായി മാറി. എന്തിനൊക്കെ ആപ്ലിക്കബിൾ അല്ല? ഹോൾഡിംഗ് സബ്സിഡറി ബന്ധം വരുവാണെന്നുണ്ടെങ്കിൽ സ്മോൾ കമ്പനിയുടെ പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ല. സോ ദെയർഫോർ ഈ പറയുന്ന സാം പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സ്മോൾ കമ്പനി ആണോ? അല്ല. ദെയർഫോർ ഇവർ ആ എക്സെപ്ഷനകത്ത് കവേർഡ് ആകുമോ? ഇല്ല. അതുകൊണ്ട് ഇവർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം. ഇതൊരു ഡോർമെന്റ് കമ്പനിയാണോ? ഇതൊരു ഡോർമെന്റ് കമ്പനി അല്ല. ക്വസ്റ്റ്യനിൽ എവിടെയും ഡോർമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പറയുന്ന കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആ കമ്പനിയിൽ നടക്കുന്നില്ല, അതിനൊക്കെയാണ് നമ്മൾ ഡോർമെന്റ് കമ്പനി എന്ന് പറയാം. ഈ ക്വസ്റ്റ്യനിൽ എവിടെയും ഒരു ഹിന്റ് തരുന്നില്ല ദാറ്റ് ദേ ആർ ആക്റ്റീവ്ലി ക്യാരിങ് ഓൺ ബിസിനസ് എടുത്ത് പറയുന്നുണ്ട്. എവിടെയും അവർ പറയുന്നില്ല ഈ പറയുന്ന കമ്പനി ഒരു ഇനാക്റ്റീവ് കമ്പനിയാണെന്ന് എവിടെയും പറയുന്നില്ല. അവർ ആക്റ്റീവ്ലി ക്യാരിങ് ഓൺ ദ ബിസിനസ് തന്നെയാണ് പറയുന്നത്. സോ ഇതിനെ ഡോർമെന്റ് കമ്പനി കാറ്റഗറിയിൽ വിടാൻ പറ്റുമോ? ഇല്ല. സോ ഈ പറഞ്ഞ സാം പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സ്മോൾ കമ്പനി അല്ല, ഈ പറഞ്ഞ സാം പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ഡോർമെന്റ് കമ്പനി അല്ല. സോ ദെയർഫോർ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം. So first we will study or we will write about financial statements നകത്ത് എന്തൊക്കെ ഉണ്ട്, ആർക്കൊക്കെയാണ് ഈ പറയുന്നത്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത സംഭവം തന്നെ സെക്ഷനിൽ പറയുന്നു. Financial statement in relation to a company includes balance sheet, P&L, cash flow statement, statement of changes in equity, explanatory statement. ഇതൊക്കെ covered ആണ്, provided that one-person company, small company, dormant company, startup private company may not include the cash flow statement. ഈ പറയുന്ന കമ്പനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യേണ്ട. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു. ഈ പറയുന്ന കമ്പനി ഒരു സ്മോൾ കമ്പനി അല്ല, ഒരു ഡോമന്റ് കമ്പനി അല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്പനി ഈ എക്സെപ്ഷനകത്ത് കവേർഡ് അല്ല. മാൻഡേറ്ററി ആയിട്ട് സാം പ്രൈവറ്റ് ലിമിറ്റഡ് വിച്ച് ഇസ് ഡീംഡ് ടു ബി എ പബ്ലിക് കമ്പനി എന്ത് ഫയൽ ചെയ്യണം? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതിന്റെ FSന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സ്മോൾ കമ്പനിയുടെ ഡെഫിനേഷൻ ക്ലിയർ ആയിട്ട് എഴുതുക. 2 clause 85 പ്രകാരം യു വിൽ ക്ലിയർലി എക്സ്പ്ലെയിൻ ദ ഡെഫിനേഷൻ ഓഫ് സ്മോൾ കമ്പനി. ഡോമന്റ് കമ്പനിയെ പറ്റിയും ഒരു മറ്റേ ഡീറ്റെയിൽ കൊടുക്കുക. അതിനുശേഷം സാം പ്രൈവറ്റ് ലിമിറ്റഡ് ഷാൽ ബി ഡീംഡ് ടു ബി എ പബ്ലിക് കമ്പനി. ഇറ്റ് ഇസ് എ സബ്സിഡിയറി ഓഫ് വിശാൽ ലിമിറ്റഡ്. സോ ഇറ്റ് വിൽ നോട്ട് ഫോൾ ഇൻ ടു ദ കാറ്റഗറി ഓഫ് എക്സെംപ്ഷൻ. അതുപോലെ മാൻഡേറ്റ്ലി റിക്വയർഡ് ടു പ്രിപ്പയർ ആണ്. ഡസ് നോട്ട് ഫോൾ ഇൻ ടു ദ കാറ്റഗറി എനി ഓഫ് ദ കാറ്റഗറീസ് മെൻഷൻ. അതായത് ഡോമന്റ് കമ്പനി അല്ല, സ്മോൾ കമ്പനി അല്ല. സോ നിങ്ങൾ എന്തൊക്കെ എവിടെ കൊടുക്കേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് എക്സെപ്ഷൻസ് കൊടുത്തേക്കുന്നത്. രണ്ടാമത് നിങ്ങൾ എഴുതേണ്ടത് സ്മോൾ കമ്പനിയുടെ ഡെഫിനേഷൻ. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ഡോമന്റ് കമ്പനിയുടെ ഡെഫിനേഷൻ. 455 ഡെഫിനേഷൻ അല്ല, മീനിങ് പ്രൊവിഷൻസ് 455 പ്രകാരമുള്ള ഡോമന്റ് കമ്പനിയുടെ പ്രൊവിഷൻസ്. അതിനുശേഷം നിങ്ങൾ പറയാം ഇത് മുകളിൽ പറഞ്ഞ പ്രൊവിഷൻ പ്രകാരം ഇത് സ്മോൾ കമ്പനി അല്ല, എക്സെപ്ഷൻസിനകത്ത് ഹോൾഡിംഗ് സബ്സിഡറി ബന്ധമുള്ള ആൾക്കാരെ സ്മോൾ കമ്പനി എന്ന് വിളിക്കില്ല, ഇതൊരു ഡീം ടു ബി പബ്ലിക് കമ്പനി ആയി പോയി, സബ്സിഡറി ബന്ധം വന്നു. പിന്നെ ഡോമന്റ് കമ്പനിയുടെ കേസിലും ക്വസ്റ്റനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആക്റ്റീവ്ലി ക്യാരിങ് ഓൺ ദ ബിസിനസ്. ഇതൊരു ഇനാക്റ്റീവ് കമ്പനി എന്നുള്ള എവിടെയും പറയുന്നില്ലായിരുന്നു, ആക്റ്റീവ്ലി ക്യാരിങ് ഓൺ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കമ്പനി എക്സെപ്ഷൻസിനകത്ത് കവേർഡ് അല്ല. അതുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെ അവരെന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അവരെ ഇൻക്ലൂഡ് ചെയ്യണം. So I hope it is clear. ഇത് നമ്മുടെ പ്രിലിമിനറി ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റൻ. പ്രിലിമിനറിക്കകത്താണ് സ്മോൾ കമ്പനി, ഡോമന്റ് കമ്പനി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഇറ്റ്സ് കവേർഡ് അണ്ടർ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി. പക്ഷേ സ്റ്റിൽ ഈ പറയുന്ന ഡെഫിനേഷൻ അവിടെ ഉണ്ടല്ലോ പ്രിലിമിനറിക്കകത്തുണ്ട്. സോ ദിസ് ഇസ് ബേസിക്കലി കൺസിഡർഡ് ഫ്രം ദ പ്രിലിമിനറി ചാപ്റ്റർ. ലെറ്റ് us continue. 15th question. Pran Limited is an unlisted company having its registered office at Agartala. ഈ അൺലിസ്റ്റഡ് കമ്പനിയൊക്കെ കൊടുത്തോണം. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റഡ് കമ്പനിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് എപ്പോഴും. ഈ മറ്റേ നമ്മുടെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ലിമിറ്റ് നോക്കുമ്പോഴൊക്കെ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ എപ്പോഴും വരും. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാത്ത അൺലിസ്റ്റഡ് കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ഓർത്തിരുന്നോ. സോ പ്രാൺ ലിമിറ്റഡ് അൺലിസ്റ്റഡ് കമ്പനിയാണ്. The company scheduled its annual general meeting on 31st July 2024 in Goa. ഓക്കെ, ദ മീറ്റിംഗ്. അപ്പോൾ അതിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയായിരുന്നു? അഗർത്തലയിലാണ്. അവർ എവിടാണ് AGM ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഗോവയിലാണ്. ദ മീറ്റിംഗ് കമൻസ്ഡ് at 3 PM. ബിസിനസ് അവേഴ്സ് തന്നെയാണ്. 9 AM to 6 PM ആണ്. സോ 3 PM ബിസിനസ് അവേഴ്സ് ആണ്.
concluded at the 6 p.m. It also provided that by 1st July 2024, the company had obtained written consent from all the members via email agreeing to hold the AGM at this out of state location. എല്ലാ മെമ്പേഴ്സിന്റെ അടുത്തു നിന്നും അവര് കൺസെന്റ് മേടിച്ചിട്ട് വേറൊരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അവരും ഒരു തീരുമാനം എടുത്തു. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013, ഇവാലുവേറ്റ് വെദർ AGM വാസ് വാലിഡ്ലി കണ്ടക്റ്റഡ്. ഈ പറഞ്ഞ AGM വാലിഡ്ലി കണ്ടക്റ്റഡ് ആണോ അല്ലയോ എന്ന് പറയാനായിട്ടാണ് പറയുന്നത്. അപ്പോ ശരിക്കും AGM ഹോൾഡ് ചെയ്യേണ്ടത് രജിസ്റ്റേർഡ് ഓഫീസ് ആണ്, അല്ലെങ്കിൽ വിതിൻ സെയിം സിറ്റി, ടൗൺ ഓർ വില്ലേജ് വെദർ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി സിറ്റുവേറ്റഡ്. ഇങ്ങനെയാണ് സെക്ഷൻ 96 പറയുന്നത്. പക്ഷെ ഒരു അൺലിസ്റ്റഡ് കമ്പനിക്ക് ഒരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എനിവെയർ ഇൻ ഇന്ത്യ ഹോൾഡ് ചെയ്യാം, രജിസ്റ്റേർഡ് ഓഫീസ് അല്ലാതെ, അല്ലെങ്കിൽ വിതിൻ ദ സെയിം സിറ്റി, ടൗൺ ഓർ വില്ലേജ് അല്ലാതെ എനിവെയർ ഇൻ ഇന്ത്യ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഐദർ ഇൻ റൈറ്റിംഗ് ഓർ ബൈ ഇലക്ട്രോണിക് മീൻസ് എല്ലാ മെമ്പേഴ്സ് ഹൂസ് എഗ്രിങ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് അത് സമ്മതിച്ചിരിക്കണം. മെജോറിറ്റി അല്ല, ഓൾ മെമ്പേഴ്സ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, ഒരു അൺലിസ്റ്റഡ് കമ്പനിക്ക് ഒരു പ്രിവിലേജ് സെക്ഷൻ 96 പ്രൊവിഷൻ പറയുവാണ്. ഓൾ മെമ്പേഴ്സ് ഐദർ ഇൻ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് എഗ്രി ചെയ്യുവാണ്. ഇത് രജിസ്റ്റേർഡ് ഓഫീസർ അല്ലാതെ എനിവെയർ ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് പറയുവാണെങ്കിൽ എനിവെയർ ഇൻ ഇന്ത്യ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടക്ട് ചെയ്യാം. ഇതാണ് സെക്ഷൻ 96 പറയുന്നത്. സോ നമുക്ക് നോക്കാം. സബ്സെക്ഷൻ ഒന്നും ഓർക്കണ്ട. സെക്ഷൻ 96 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരം എല്ലാ കമ്പനിയും AGM ഹോൾഡ് ചെയ്തിരിക്കണം. ബിസിനസ് അവേഴ്സിലായിരിക്കണം. 9 AM to 6 PM. നാഷണൽ ഹോളിഡേ ആകാൻ പാടില്ല. രജിസ്റ്റേർഡ് ഓഫീസിലാകാം ഓർ സം അതർ പ്ലേസ് വിത്തിൻ ദ സെയിം സിറ്റി, ടൗൺ ഓർ വില്ലേജ് വെയർ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് സിറ്റുവേറ്റഡ്. പിന്നെ AGM ഓഫ് ആൻ അൺലിസ്റ്റഡ് കമ്പനി എനിവെയർ ഇൻ ഇന്ത്യ ഹോൾഡ് ചെയ്യുക. കൺസെന്റ് ഇൻ റൈറ്റിംഗോ ഇലക്ട്രോണിക് മോഡോ എല്ലാ മെമ്പേഴ്സും, മെജോറിറ്റി അല്ല, എല്ലാ മെമ്പേഴ്സിന് അഡ്വാൻസ് തരണം. ഗിവൺ ക്വസ്റ്റനിൽ ഇതുപോലെ അവർ ഗോവയിൽ കണ്ടക്ട് ചെയ്യുന്നത് ബിസിനസ് അവേഴ്സിലാണ്. എല്ലാ മെമ്പേഴ്സും ഇൻ റൈറ്റിംഗ് എഗ്രി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മീറ്റിംഗ് വാലിഡ്ലി കോൾഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. യെസ്, ഈ മീറ്റിംഗ് വാലിഡ്ലി കോൾഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇഫ് യു സി ക്വസ്റ്റിനകത്ത് തന്നെ എല്ലാ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. സോ ഒരു സെക്ഷൻ അതിനകത്ത് കോട്ട് ചെയ്താലേ അതിനകത്ത് ഒരു ലീഗാലിറ്റി വരുള്ളൂ. ഇഫ് യു സി എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. മറ്റേ 3 PM സ്റ്റാർട്ട് ചെയ്തു, 6 PM എൻഡ് ചെയ്തു, പിന്നെ അൺലിസ്റ്റഡ് കമ്പനിയാണ്, എല്ലാ മെമ്പേഴ്സ് കൺസെന്റ് തന്നു. സോ എവറിഥിങ് റിലേറ്റഡ് ടു ദ പ്രൊവിഷൻസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ നൗ വെൻ യു സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ് വിത്ത് റെലവൻറ്റ് സെക്ഷൻ നമ്പർ, ദാറ്റ് ക്വസ്റ്റ്യൻ becomes more professional. കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആ പറയുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെക്ഷൻ നമ്പർ എഴുതുന്നത് എപ്പോഴും ഒരു പ്രൊഫഷണലിസമാണ്. നമ്മൾ ഈ ഹോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് എന്ന് എഴുതുമ്പോൾ ദിസ് ഇസ് എ ലോ പേപ്പർ. ലോ അല്ലെങ്കിൽ ടാക്സ് എന്നൊക്കെ പറയുന്ന പേപ്പർ എന്താ, ഇറ്റ് ഇസ് ലോ പേപ്പർ ആൻഡ് ഓൾ ഇസ് ഓൾവേസ് സബ്സ്റ്റാൻഷിയേറ്റഡ് വിത്ത് റെലവൻറ്റ് സെക്ഷൻസ്. അപ്പൊ ആ പറയുന്ന സെക്ഷൻ നമ്പർ എഴുതാതെ യു ജസ്റ്റ് റൈറ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ്, ആ പറയുന്ന പേപ്പറിന് അതൊരു പ്രൊഫഷണലിസം ഉണ്ടാവില്ല. സോ അത്രയും ഹയർ മാർക്സ് യു കനോട്ട് എക്സ്പെക്ട്. നമുക്ക് കുറച്ചും കൂടി ഒരു പ്രൊഫഷണലിസം പേപ്പറിനകത്ത് കാണുന്നുണ്ടെങ്കിൽ ആ പേപ്പറിന്റെ ആ പേര് കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന ആ ലോ പേപ്പർ ഷുഡ് ബി സബ്സ്റ്റാൻഷിയേറ്റഡ് വിത്ത് സെക്ഷൻ. സോ ഈ പറഞ്ഞ ക്വസ്റ്റൻ ഒക്കെ സെക്ഷൻ ആയിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലായിരിക്കും ആൻസർ. ഓക്കെ, let us continue. So that question was from management and administration chapter. Ellam easy questions are to oro chapter in ittekkunna. Let us continue. HD Software Limited is engaged in the business of providing software services. The company appointed its statutory auditors, not the first auditors. So first auditors alla statutory auditors, subsequent auditors ne appoint cheyidu. The board of directors of the company informed the auditor that the fees shall be fixed by the board of directors only, but the auditor objected to the same. Now the directors have approached you to advise them whether they can solely fix the remuneration of the auditors. Directors നിങ്ങളോട് ചോദിക്കുകയാണ്, അവർ ഈ പറയുന്ന ഓഡിറ്റേഴ്സിന് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നോ, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴും ഒരു ഹിന്റ് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഓഡിറ്റേഴ്സിന്റെ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. റീസൺ ഞാൻ പറഞ്ഞു, എടാ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. സോ ഒബ്വിയസ്ലി അവർ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്ന ആരായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. സബ്സിക്വന്റ് ഓഡിറ്റേഴ്സിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് അപ്പോയിന്റ് ചെയ്യുന്നത് സബ്സിക്വന്റ് ഓഡിറ്റേഴ്സിനെ. സോ ഉറപ്പായിട്ടും കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗിൽ സബ്സിക്വന്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും, ഈ പറയുന്ന കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗിലായിരിക്കൂല്ലേ. പിന്നെ എങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ ഫിക്സ് ചെയ്യാൻ പറ്റുക? സോ നമ്മൾ ആ ലോജിക് ഇട്ട് ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് BOD ആണ്. സോ ഉറപ്പായിട്ടും ഇനിയിപ്പോ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളോട് ഫസ്റ്റ് ഓഡിറ്റർ ആയിരുന്നു എന്ന് പറയാനും നിങ്ങൾക്ക് ഓർത്തെടുക്കാലോ. അതുകൊണ്ടാണ് കണക്ട് ചെയ്ത് പറയുന്നത്.
ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് BOD ആണ്. സോ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന ആരാണ്? BOD ആണ്. സബ്സിക്വന്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. സോ ഒബ്വിയസ്ലി അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. സോ ഈ പറയുന്ന കണ്ടൻഷൻ മെയ്ഡ് ബൈ ദ ഡയറക്ടർ ശരിയാന്ന് തോന്നുന്നുണ്ടോ? അല്ല. ലെറ്റ് us continue. Section 142 of the Companies Act 2013 remuneration of auditors ne patti parayunu. Ee section prakaram remuneration of the auditors of a company shall be fixed by the company in the general meeting. Adinte logic endana? Annual general meeting il company aanu ee parana subsequent auditors ne appoint cheyyunnathu, or in such manner as a company in the general meeting may determine. However, the board may fix remuneration of the first auditor. Endukonda first auditor ne appoint cheyyunnathu aaranu? Board aanu. The remuneration shall be in addition to the fee payable to an auditor, including the expenses, if any, incurred by the auditor in connection with the audit of the company and any facility extended to him, but does not include any remuneration paid to him for any other services rendered by him at the request of a company. So, remuneration at the end of the let us highlight it. എന്തൊക്കെ ഉണ്ടാകാം? ഇൻക്ലൂഡ് ദി എക്സ്പെൻസസ്. ഈ പറയുന്ന ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഓഡിറ്റർ എന്തൊക്കെ എക്സ്പെൻസസ് ഇൻകർ ചെയ്തോ അതൊക്കെ ഇയാൾക്ക് റെമ്യൂണറേഷനകത്ത് ആഡ് ചെയ്തെടുക്കാം. അതുപോലെ നിർബന്ധമില്ല, എന്തൊക്കെ എക്സ്പെൻസസ് ഇൻകേർഡ് ആയിട്ടുണ്ടോ അതൊക്കെ ആഡ് ചെയ്യാം. ഇൻ കണക്ഷൻ വിത്ത് ദ ഓഡിറ്റ് ആൻഡ് എനി ഫെസിലിറ്റി എക്സ്റ്റെൻഡഡ് ടു ഹിം. വേറെ ഏതെങ്കിലും ഫെസിലിറ്റി എക്സ്റ്റെൻഡഡ് ആണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന സംഭവം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ എന്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല? വേറെ എന്തെങ്കിലും സർവീസ് ഈ പറയുന്ന ഓഡിറ്റർ കമ്പനിയുടെ റിക്വസ്റ്റ് പ്രകാരം ഈ പറയുന്ന ഓഡിറ്റർ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റെമ്യൂണറേഷനകത്ത് ആ പറയുന്ന പൈസ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. Now, as per the facts of the question and stated portion, remuneration of appointing statutory auditors of a company shall be fixed by the company in the general meeting or such other manner in which may be decided in the company's general meeting. Upper contention of the board of directors that they can fix the remuneration of the auditor on their own is not valid. ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് പറഞ്ഞ കണ്ടൻഷൻ ശരിയല്ല. നമുക്ക് ലോ പേപ്പറിനകത്ത് ജസ്റ്റ് ചെറിയൊരു ടിപ്പ് കൂടി ഇപ്പൊ പറഞ്ഞു തന്നേക്കാം. കുറെ തവണ കണ്ടൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടതുകൊണ്ട് ക്വസ്റ്റ്യനകത്ത് ഡയറക്ടേഴ്സ് ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഷെയർ ഹോൾഡേഴ്സ് ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനേജിംഗ് ഡയറക്ടർ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ദ ഡയറക്ടർ എന്ന് പറയുന്നതിലും കുറച്ചും കൂടി ഒരു ലീഗാലിറ്റി ഒക്കെ തോന്നിക്കാനായിട്ട് യു ക്യാൻ റൈറ്റ് കണ്ടൻഷൻ. അവർ പറഞ്ഞത് ശരിയല്ല, അത് കറക്റ്റ് അല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദ കണ്ടൻഷൻ മെയ്ഡ് ബൈ മിസ്റ്റർ എക്സ് ഇസ് നോട്ട് മെയിൻറ്റെയിനബിൾ, ഇസ് നോട്ട് കറക്റ്റ് എന്നൊക്കെ പറയുന്നതിലും ഇസ് നോട്ട് മെയിൻറ്റെയിനബിൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ലീഗാലിറ്റി ഉണ്ടാവും. സോ ഇറ്റ്സ് എ സ്മോൾ ടിപ്പ്. സോ ഒരു കൺക്ലൂഷനകത്ത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ആ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇന്ന ആള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഇന്ന ആള് പറഞ്ഞ കണ്ടൻഷൻ ഇസ് നോട്ട് മെയിൻറ്റെയിനബിൾ. So that question was from audit and auditors. So Companies Act and questions completed. Now we are going to the next act, LLP Act. Nalla weightage ulla oru unit aanu LLP Act. Let us start. Amit and Priya are partners in XYZ LLP, a consulting firm. Recently, Priya moved to a new address but forgot to notify the LLP within the required period. So, Amitum Priyam partners ആണ് XYZ LLP-യിൽ. പ്രിയ പുതിയ ഒരു അഡ്രസ് ചേഞ്ച് വരുത്തി, പക്ഷെ അത് LLP-നെ നോട്ടിഫൈ ചെയ്തിട്ടില്ല വിതിൻ ദ പീരിയഡ്. ഒരു മാസത്തിന് ശേഷം അമിത്സ് കസിൻ രമേശ് എക്സ്പ്രസ്ഡ് ഇൻ ജോയിനിങ് XYZ LLP ആസ് എ പാർട്ട്ണർ. സോ അമിത്തിന്റെ കസിൻ രമേശിന് ഈ പറയുന്ന LLP ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. And after a few discussion, he was accepted as a new partner. പുതിയ പാർട്ണർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. However, XYZ LLP did not immediately update the ROC regarding the Priya's address change or Ramesh's address admission as a partner. So, Priyയുടെ address change നെ പറ്റിയും LLP ROC-യുടെ അടുത്ത് ഇന്റിമേറ്റ് ചെയ്തിട്ടില്ല. പുതിയൊരു പാർട്ണർ വന്ന കാര്യം ഈ പറയുന്ന LLP ROC-നെ ഇന്റിമേറ്റ് ചെയ്തിട്ടില്ല. 2 months after Ramesh joined, the LLP filed a notice with the ROC about these changes. 2 മാസത്തിന് ശേഷമാണ് ഈ പറയുന്ന LLP ROC-നെ പറ്റി ഈ ഇന്റിമേഷൻ കൊടുക്കുന്നത്, ROC-ക്ക് ഈ പറയുന്ന ഇന്റിമേഷൻ കൊടുക്കുന്നത്. Advise the LLP about the default on the part of the LLP about the non-complaints in respect to not informing the ROC about Priya's address change and Ramesh's admission as a partner. So ഒരു പാർട്ട്ണറിന്റെ എന്തെങ്കിലും തരത്തിലൊരു അഡ്രസ് ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ശരിക്കും ROC-നെ അറിയിക്കണം. LLP ആണെങ്കിൽ പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റഡ് ആകുവാണെങ്കിൽ അതും ആരെ അറിയിക്കണം? ഈ പറയുന്ന ROC-നെ അറിയിക്കണം. വി നോ ദാറ്റ് വാട്ട് എവർ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ്, എന്ത് തരത്തിലുള്ള ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ വന്നാലും എന്ത് തരത്തിലുള്ള ഒരു ചേഞ്ച് വന്നാലും നമ്മൾ എപ്പോഴും ആരെ അറിയിക്കണം? ROC അറിയിക്കണം. സെയിം തിങ് ഇസ് ആപ്ലിക്കബിൾ ടു ദ LLP. കമ്പനിക്കകത്ത് എങ്ങനെ ആപ്ലിക്കബിൾ ആണോ അതുപോലെ തന്നെ LLP-ക്കകത്തും ആപ്ലിക്കബിൾ ആണ്. According to Section 25 of the LLP Act 2008, every partner shall inform the LLP of any change in his name or address
within a period of 15 days of such change. ആ നമ്പർ ഓഫ് ഡേ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അഡ്രസ് ചേഞ്ച് വന്നു, പേരിനകത്ത് ചേഞ്ച് വന്നു, 15 ദിവസത്തിനുള്ളിൽ LLPനെ അറിയിക്കണമായിരുന്നു. ഇനിയും LLP ROCനെ എത്ര ദിവസത്തിൽ അറിയിക്കണം? within a period of 30 days. LLP shall ഒരു പേഴ്സൺ ബിക്കംസ് ഓർ സീസസ് ടു ബി എ പാർട്ട്ണർ ആണെങ്കിൽ ROCനെ 30 ഡേയ്സിനുള്ളിൽ അറിയിക്കുക. അയാൾ എപ്പോ പാർട്ട്ണറായി, അല്ലെങ്കിൽ when he ceases to be a partner. ആൻഡ് ഒരു അഡ്രസ് ചേഞ്ച് ഉണ്ട്, ഒരു പേരിന് ചേഞ്ച് ഉണ്ട്, അതും എത്ര ദിവസത്തിൽ അറിയിക്കണം? within a period of 30 days. സോ ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റഡ് ആയി, പാർട്ട്ണർ ceases to be a partner ആണെങ്കിൽ LLP ROC അറിയിക്കേണ്ടത് within a period of 30 days. അതുപോലെ ഒരു പാർട്ട്ണറുടെ അഡ്രസ് ചേഞ്ച് ആയി, പേര് ചേഞ്ച് ആയി, അതും ROCനെ അറിയിക്കണം LLP within a period of 30 days. അപ്പൊ ഈ പറഞ്ഞ കേസിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. 2 months later എന്നല്ലേ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. നോക്കാം. അപ്പൊ നോട്ടീസ് ഫൈൽ വിത്ത് ദി ROC ഷാൽ ബി ഇൻ സച്ച് ഫോം ആൻഡ് അക്കംപനീഡ് ബൈ സച്ച് ഫീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അതായത് ഒരു പെർട്ടിക്കുലർ ഫോമിലായിരിക്കണം, പറയുന്ന ഫീസും അതിനകത്ത് അടച്ചിരിക്കണം, അത് സൈൻ ചെയ്തിരിക്കണം ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ണർ, അത് ഓതന്റിക്കേറ്റഡും ആയിരിക്കണം. ഇഫ് ഇറ്റ് റിലേറ്റ്സ് ടു എൻ ഇൻകമിംഗ് പാർട്ണർ, പുതിയൊരു പാർട്ണർ വരുന്നുണ്ടെങ്കിൽ അയാളുടെ റിട്ടേൺ കൺസെന്റും ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം, അയാൾ അത് സൈനും ചെയ്തിരിക്കണം. അതായത് എനിക്ക് ഈ പറയുന്ന LLPയിൽ പാർട്ണർ ആകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നോ ഒബ്ജക്ഷൻ പോലെ മേടിക്കുകയാണ്, റിട്ടേൺ കൺസെന്റ് മേടിക്കുകയാണ്. അപ്പൊ ഈ കേസിൽ പ്രിയ, അതായത് എക്സിസ്റ്റിംഗ് പാർട്ണർ ആയിട്ടുള്ള പ്രിയ അഡ്രസ് ചേഞ്ച് ഇന്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. പ്രിയ LLPനെ അത് 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണമായിരുന്നു, LLP അത് ROCനെ 30 ഡേയ്സിനുള്ളിൽ അറിയിക്കണമായിരുന്നു. സിമിലർലി പുതിയൊരു പാർട്ണർ അഡ്മിറ്റഡ് ആയ കാര്യം LLP ROCനെ അറിയിച്ചിട്ടില്ല, അതും എത്ര ദിവസത്തിൽ അറിയിക്കണമായിരുന്നു? 30 ഡേയ്സിനുള്ളിൽ അറിയിക്കണമായിരുന്നു. അമിത്തിന്റെ കസിൻ ജോയിൻ ചെയ്തില്ലായിരുന്നോ? പ്രിയാസ് അഡ്രസ് ചേഞ്ച് അണ്ടർ ദ പ്രൊവിഷൻസ് in the light of the above provision അല്ലെങ്കിൽ by the virtue of above provision, Priya was required to inform XYZ address change about the address change within a period of 15 days. എന്നിട്ട് LLP XYZ LLP 30 ഡേയ്സിനുള്ളിൽ അത് പ്രിയയുടെ പുതിയ അഡ്രസ് ചേഞ്ച് ROCനെ അറിയിക്കണമായിരുന്നു, അത് അറിയിച്ചിട്ടില്ല. ഇനി രമേശ് അഡ്മിഷൻ ആസ് എ പാർട്ട്ണർ, സെയിം LLP അത് നോട്ടീസ് കൊടുത്തിട്ട് ROCനെ 30 ഡേയ്സിനുള്ളിൽ അറിയിക്കണമായിരുന്നു. ഈ പറഞ്ഞതൊന്നും അറിയിച്ചിട്ടില്ല, 2 മാസത്തിന് ശേഷമാണ് അറിയിച്ചത്. The delay in filing means XYZ LLP did not meet the 30-day requirement. ഡിലേ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന LLP 30 ഡേയ്സിനുള്ളിൽ അറിയിക്കേണ്ട സംഭവം അറിയിച്ചിട്ടില്ല. അതുപോലെ ഒരു അഡ്രസ് മാറിയ കാര്യം ഈ പറയുന്ന പാർട്ട്ണറും 15 ദിവസത്തിനുള്ളിൽ ആരെ അറിയിച്ചിട്ടില്ല? LLPനെ അറിയിച്ചിട്ടില്ല. സോ ദാറ്റ് ഇസ് ബേസിക്കലി ദ ഡിലേ. സോ LLP ആക്ട് ഇസ് ഓൾസോ ഡൺ. സോ നമ്മുടെ ടോട്ടൽ മറ്റേ വെയിറ്റേജിൽ ഒരു മെയിൻ വെയിറ്റേജ് ഏരിയ കഴിഞ്ഞു. അതായത് the 70 marks area നമ്മളിപ്പോൾ കംപ്ലീറ്റഡ് ആയി, കമ്പനീസ് ആക്ട് ആൻഡ് LLP. നോ ഗോയിങ് ടു ദ 30 മാർക്സ് ഏരിയ. ഞാൻ പറയുന്നത് ഒബ്ജക്റ്റീവ് അല്ല, ഇൻ ടോട്ടൽ ആയിട്ടാട്ടോ പറയുന്നത്. നൗ the remaining 30 marks is with interpretation of statute, general clause as well as the FEMA. അപ്പൊ അതിനകത്ത് ജനറൽ ക്ലോസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ ക്ലോസിലെ ക്വസ്റ്റ്യൻസ് കുട്ടികൾ എപ്പോഴും വിടാനുള്ള ടെൻഡൻസി കാണിക്കും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ ക്ലാസ്സിലും പറഞ്ഞൊരു കാര്യമാണ്, ഇന്റർപ്രിട്ടേഷനും ജനറൽ ക്ലോസും ഭയങ്കര ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വരില്ല. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതിയെന്നേ ഉള്ളൂ. ജസ്റ്റ് സ്പ്ലിറ്റ് ദ പോർഷൻസ് ഇൻ സ്റ്റഡി. ഒരു ദിവസം ഒരു 3 ടോപ്പിക്സ് വെച്ച് വായിച്ചാൽ ഇറ്റ്സ് വെരി ഈസി. ആൻഡ് പരീക്ഷയുടെ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സ് എക്സാം കഴിഞ്ഞു വന്നു, ആ ദിവസമല്ല, ആ 1 day ഹോളിഡേ അല്ല, പരീക്ഷയുടെ അന്ന് രാവിലെ, യോ എക്സാം ഇസ് അറ്റ് 2 o'clock. അപ്പൊ ആ രാവിലെ വേണം യു ഹാവ് ടു റിവൈസ് ദീസ് 30 മാർക്സ് പോർഷൻ. സോ കാരണം ഇത് ഈ ഏരിയ ഓർത്തിരിക്കാനാണ് ഭയങ്കര പാട്. ബാക്കി എൻറ്റയർ കമ്പനീസ് ആക്ട് യു ക്യാൻ മാനേജ്, you can plan for that. അക്കൗണ്ട്സ് കഴിഞ്ഞ് വരുന്ന ഒരു കുറച്ച് ടൈമും ആ 1 day ഹോളിഡേ, ബിക്കോസ് കമ്പനീസ് ആക്ട് ഓർത്തിരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ബട്ട് ദീസ് 3 പോർഷൻസ് ആണ് കുറച്ച് ഓർത്തിരിക്കാൻ പാട്. സോ അത് അന്ന് രാവിലെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ 30 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു പ്ലാൻ. ഗോയിങ് ടു ദ ജനറൽ ക്ലോസ് ആക്ട് പ്രൊവിഷൻ, ദ പാർലമെന്റ് റീസെന്റ്ലി പാസ്, ക്ലാസ്സിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഏരിയക്ക്. The Parliament recently passed the Environmental Protection Amendment Act 2024 to strengthen the regulation on industrial-based disposal. Parliament recently passed ചെയ്തു. The Act specified the commencement date as 1st September. Already Act specified ചെയ്തിട്ടുണ്ട് commencement date. That is a very important information. 2024. The President gave an assent to the Act on 15th July. President assent കൊടുത്ത date 15th July 2024 ആണ്. Green Earth Limited and industrial companies uncertain about when the provisions of Environmental Protection Amendment Act 2024 will start to apply. The company's legal term has raised question on whether they need to immediately comply with the new regulation or if they have a grace period until the commencement date. Grace period ഉണ്ടാകുമോ? Give your answer in reference to the provision of General Clause Act. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് എപ്പോഴാണ് ഈ പറയുന്ന ആക്ട് ക്വസ്റ്റ്യനിലോട്ട് വരുന്നത്? മറ്റേ
കമൻസിങ് ആകുന്നത്. അതാണ് നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. സോ റിമെമ്പർ സെക്ഷൻ 5 ആണ്. അപ്പൊ അതിന് സെക്ഷൻ 5 ഓഫ് ദ ജനറൽ ക്ലോസ് ആക്ട് ആണ്. അതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ആക്ട് എപ്പോഴാണ് കമൻസ് ചെയ്യുക, ഒരു റെഗുലേഷൻ എപ്പോഴാണ് ഇഫക്റ്റീവ് ആകുക, ഒരു റൂൾ എപ്പോഴാണ് ഇഫക്റ്റീവ് ആയിട്ട് വരിക. ഇവിടെ നമ്മൾ ആ എല്ലാ പ്രൊവിഷനും എഴുതേണ്ട ആവശ്യമില്ല. എന്തുമാത്രം കൊടുത്തേച്ചാൽ മതി, എപ്പോഴാണ് ഈ പറയുന്ന ആക്ട് ഇഫക്റ്റീവ് ആകാൻ വേണ്ടി പോകുന്നത്. അതായത് കമൻസ്മെന്റ് ഡേറ്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, സെക്ഷൻ 5 പറയുന്നത് അതാണ് ജനറൽ ക്ലോസ് ആക്ടിനകത്ത്, കമൻസ്മെന്റ് ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ കമൻസ്മെന്റ് ഡേറ്റ് ആയിരിക്കും ഇഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് വരിക. കമൻസ്മെന്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പ്രസിഡന്റ് അസെന്റ് കൊടുക്കുന്ന ദിവസമാണ് ഇഫക്റ്റീവ് ഡേറ്റ്. റെഗുലേഷന്റെ പ്രൊവിഷൻ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. റൂൾസ് എപ്പോഴും എഫക്ട്, കാരണം അത് ചോദിച്ചിട്ടില്ല. എപ്പോഴാണ് ആക്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അമെന്റ്മെന്റ് ആക്ട് നിലവിലോട്ട് വരുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന കമൻസ്മെന്റ് ഡേറ്റ് പറയുന്നുണ്ട്. കണ്ടോ, ആക്ട് സ്പെസിഫൈഡ് ദ കമൻസ്മെന്റ് ഡേറ്റ്, അത് പറയുന്നുണ്ട്. പിന്നെ അപ്പൊ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ ആ അസെന്റ് കൊടുത്ത ഡേറ്റ് ഇറലവൻറ്റ് ആണ്, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തരുന്നത്. സോ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ലെറ്റ് us discuss according to section 5 of the General Clause Act. Where any central act has not specifically mentioned on a particular day to come into force, it shall be implemented on the day it receives the assent of the president in case of an act of parliament. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് മെൻഷൻഡ് അല്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയുന്ന ഡേറ്റ് ആയിരിക്കും വരിക. The given question, Environmental Protection Act receives assent President on 15th July. പക്ഷെ commencement date already പറയുന്നുണ്ട്, which is 1st September. Accordingly, അതുകൊണ്ട് Environmental Protection Amendment Actന് effective date ഏതായിരിക്കും? 1st September 2024. Remember, ഈ പറയുന്ന commencement date ക്വസ്റ്റിൽ പറയുന്നില്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഏതെടുക്കാമായിരുന്നു? പ്രസിഡന്റ് അസെന്റ് കൊടുത്ത ഡേറ്റ് എടുക്കാമായിരുന്നു. ക്വസ്റ്റ്യൻ 2 ഡേറ്റും പറയുന്നുണ്ട്. സോ കമൻസ്മെന്റ് ഡേറ്റ് ക്വസ്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ കമൻസ്മെന്റ് ഡേറ്റ് ആയിരിക്കും ഒരു ആക്ട് ഇഫക്റ്റീവ് ആകുന്ന ഡേറ്റ്. എളുപ്പമല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാർക്ക് മേടിക്കും. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആട്ടോ ജനറൽ ക്ലാസ്സിന്റെ. ഇതും ഇന്റർപ്രിട്ടേഷനിൽ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു പോർഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ മെനി ക്വസ്റ്റൻ നമ്മൾ ക്ലാസ്സിൽ ഇവൻ ഇത് എഴുതി നോക്കിയതാണ്. റിമെമ്പർ, നമ്മൾ മറ്റേ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഞാൻ പറഞ്ഞാണ് ഇതിനകത്ത്. ലാറ്റിൻ മാക്സിമം ഒക്കെ എടുത്ത് പറഞ്ഞത്. ഇഫ് യു ക്യാൻ റിമെമ്പർ ഇറ്റ് ബി ഗുഡ്. 3 to 4 മാർക്സ് ആയിട്ട് വരാം. സെയിം ക്വസ്റ്റൻ ആർട്ടിപ്പേറ്റ് ഒന്നും. ഇറ്റ് വാസ് എ റിപ്പീറ്റഡ് പ്രീവിയസ് അറ്റംപ്റ്റ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. At the time of interpreting a statute, what will be the effect of usage or customs and practice? Usage അല്ലെങ്കിൽ customs practice എന്നൊക്കെ പറയുന്നതിന്റെ ഇഫക്റ്റ് എന്നാണ് ഇഫക്റ്റ് എന്തായിരിക്കും എന്നാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഇതിനകത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ. സോ ഇഫക്റ്റ് ഓഫ് യൂസേജ്, ഒരു പ്രൊവിഷൻ കുറെ നാളായിട്ട് യൂസേജ് ആയിട്ട് വരുവാണ്, അല്ലെങ്കിൽ ഒരു കാര്യം കുറെ നാളായിട്ട് ഒരു കസ്റ്റം പോലെ ഇങ്ങനെ വരുവാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ഗോയിങ് ടു ബി ദ ഇഫക്റ്റ്? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. യൂസേജ് ഓർ പ്രാക്ടീസ് ഡെവലപ്പ് അണ്ടർ എ സ്റ്റാറ്റ്യൂട്ട്, ഒരു ലോയ്ക്കകത്ത് ഡെവലപ്ഡ് ആയിട്ട് വന്ന ഒരു യൂസേജ്, ഒരു പ്രാക്ടീസ് ഇസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ദ മീനിങ് റെക്കഗ്നൈസ് ടു ഇറ്റ്സ് വേർഡ്സ് ബൈ കണ്ടംപററി ഒപ്പീനിയൻ. സോ ഓവർ ദ പീരീഡ് അത് യൂസ് ചെയ്ത് വരുമ്പോൾ അതൊരു ആക്സെപ്റ്റഡ് പ്രൊവിഷൻ ആക്കിയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഓവർ ദ പീരീഡ് ഒരു ലോയ്ക്കകത്ത് ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു, ആൻഡ് വി ഹാവ് ബീൻ ഫോളോയിങ് ദാറ്റ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. കുറച്ച് നാളായിട്ട് ആ പ്രൊവിഷൻ അതൊരു ക്ലാരിറ്റി ഇല്ല, പക്ഷെ നമ്മൾ അതിനെ ഇങ്ങനെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഈ ഒരു രീതിയിലാണ് ആൾക്കാർ ഫോളോ ചെയ്ത് പോകുന്നത്. സി സം പ്രൊവിഷൻ വിൽ ഹാവ് സം കൈൻഡ് ഓഫ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാകാം ചില കാര്യത്തിൽ. അപ്പോൾ ഒരു ട്രഡിഷൻ പോലെ, ഒരു കസ്റ്റം പോലെ കുറെ നാളായിട്ട് ഇങ്ങനെയായിരിക്കും ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കൺസിഡേർഡ് ആസ് വാലിഡ്. അതായത് ദാറ്റ് ഇസ് കൺസിഡേർഡ് ആസ് വാലിഡ്. അതൊരു ഒപ്പീനിയൻ പോലെ ആൾക്കാർ സ്റ്റേറ്റ് ചെയ്തെടുത്ത് ആ പറയുന്ന രീതിയിലാണ് പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ഇഫക്റ്റീവ് ആയിട്ട് തന്നെ എടുക്കുക, അതിനെ വാലിഡ് ആയിട്ട് തന്നെയാണ് എടുക്കുക. യൂണിഫോം practice continued under an old statute and inaction of the legislation to amend the same are important factors to show that the practice so followed was based on the correct understanding of the law. അതായത് നേരത്തെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു പണ്ട്, അതായത് ഒരു ലോ അമെൻഡ് ചെയ്ത് വന്നു, പണ്ട് ഒരു പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, പുതിയ ഒരു ലോ വന്നിട്ട് ഇന്നാക്ഷൻ, കണ്ടോ, ഇന്നാക്ഷൻ ഓഫ് ദ ലെജിസ്ലേഷൻ ടു അമെൻഡ് ദ സെയിം, പുതിയ ആ അമെൻഡ് ചെയ്ത് വന്നിട്ടും പഴയ ലോയ്ക്കകത്ത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അതായത് പഴയ പോലെ ഇത് ഫോളോ ചെയ്യരുത്, ഇത് പുതിയൊരു അഡിഷൻ ആണ്, അങ്ങനെ ഒന്നും പുതിയതായിട്ട് വന്ന ലോയ്ക്കകത്ത് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല. സോ വാട്ട് എവർ യു ഫോളോഡ് ബിഫോർ യു ക്യാൻ കണ്ടിന്യൂ ഫോളോയിങ് ദാറ്റ് എന്നാണ് അതിന്റെ അർത്ഥം.
Continuing, when the usage or practice receives judicial or legislative approval, it gains added advantage. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു സ്യൂട്ട് കോർട്ടിൽ പോയി അപ്പൊ കോർട്ട് പറയാണ് ഇതൊരു കസ്റ്റമായിട്ട് ഇത്രയും നാൾ ഫോളോ ചെയ്ത് വന്നതല്ലേ, സോ ഇറ്റ് ഇസ് കൺസിഡർഡ് as വാലിഡ്. ഈ പറഞ്ഞ കസ്റ്റം കോർട്ട് വാലിഡ് ആയിട്ട് എടുക്കുന്നു. അതാണ് എന്തെങ്കിലും ജുഡീഷ്യൽ ലെജിസ്ലേറ്റീവ് അപ്രൂവലും കൂടെ കിട്ടി കഴിയുമ്പോൾ അതിന് ഒരു അഡീഷണൽ വെയിറ്റ് കിട്ടും. അതായത് ഇപ്പോൾ ഒരു കോർട്ടിൽ ഇങ്ങനത്തെ ഒരു കേസ് വന്നപ്പോൾ അവർ പറയാണ് ഈ പറഞ്ഞ കസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാളും. അപ്പൊ കോർട്ട് പറയും ഓക്കെ ഇത്രയും നാളത്തെ കസ്റ്റം അല്ലേ, ദാറ്റ് ഇസ് കൺസിഡർഡ് as വാലിഡ് എന്ന് കോർട്ട് ഡിസിഷനകത്ത് പറയുമ്പോൾ അതിനൊരു അഡീഷണൽ വെയിറ്റും കൂടെ കിട്ടും. എന്തൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന കസ്റ്റം അല്ലെങ്കിൽ പ്രാക്ടീസിന്റെ ഇഫക്റ്റ്, അതാട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Now, if you can remember this optima legum എന്നൊക്കെ പറയുന്ന പോലത്തെ ലാറ്റിൻ ടേം ഓർക്കാമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ജസ്റ്റ് ഓർക്കുക കസ്റ്റം ഇസ് ദ ബെസ്റ്റ് ഇന്റർപ്രറ്റർ ഓഫ് ലോ. ഒരു കസ്റ്റം ഉണ്ട്, ആ കസ്റ്റം ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ബെസ്റ്റ് ഇന്റർപ്രറ്റർ ഓഫ് ലോ. ലോ മനസ്സിലാക്കി എടുക്കാൻ അതൊരു ബെസ്റ്റ് ടൂള് തന്നെ ആണ്. അതുപോലെ ദ ബെസ്റ്റ് വേ ടു ഇന്റർപ്രറ്റ് എ ഡോക്യുമെന്റ് ഇസ് ടു റീഡ് ആസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ റെഡ് വെൻ മെയ്ഡ്. അത് ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണോ അത് ഉണ്ടാക്കുമ്പോൾ വായിച്ചുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ അതിനെ വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അമെന്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്രകാരം വായിക്കുക, ഇല്ലെങ്കിൽ എങ്ങനെയാണോ ലോ ഉണ്ടാക്കിയപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക. Therefore, the best interpretation of a statute or any other document is that which has been made by the contemporary authority. Simply stated, all statutes and documents should be interpreted as they would have been made at the time when they were enacted or written. എപ്പോഴും ഓർത്തോണം, എന്തെങ്കിലും അമെന്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ആ അമെന്റ്മെന്റും കൂടെ കൂട്ടിയിട്ട് വായിക്കുക. അമെന്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ഉണ്ടാക്കിയപ്പോഴോ ആ ലോ ഉണ്ടാക്കിയപ്പോൾ തൊട്ടോ എങ്ങനെയാണോ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും അതിനെ അങ്ങനെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യുക. ഇപ്പൊ ലോ ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ പറയും. ഇപ്പൊ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ പണ്ടുള്ള പോലെയല്ലോ, കുറെ ചേഞ്ചസ് വന്നിട്ടില്ലേ. അപ്പൊ ഇപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ, ഇതിനെ ഇങ്ങനെ വേണം ഡ്രാഫ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യുക. ഒന്നും പറയുന്നില്ലെങ്കിൽ പണ്ട് തൊട്ടേ ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണോ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണോ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്രകാരം തന്നെ ഇപ്പോഴും ചെയ്യുക. അതാണ് ലോ പറയുന്നത്. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, ഡയറക്ട് തിയറി ക്വസ്റ്റ്യൻ. കുറെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ആ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഫെമയിലെ ക്വസ്റ്റ്യൻ ഈ തവണ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിട്ടേക്കുന്നത്, റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിട്ടേക്കുന്നത്. അതുപോലെ യു ഷുഡ് ഓൾസോ ഗിവ് പ്രയോറിറ്റി ടു കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ. ഞാൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞാണ് കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിനെ ബേസ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ബി സോർട്ടഡ് ഇൻ ദ ക്ലാസ്, അതും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ലേറ്റസ്റ്റ് സ്റ്റാർട്ട്, കാരണം റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, ജൂൺ 2024 ചോദിച്ചതാണ്. സോ ആ കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിനും കൂടെ പ്രയോറിറ്റി കൊടുക്കുന്നില്ല, കാരണം കുട്ടികൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് മാത്രം നോക്കിയിട്ട് പോകും. സോ ഇത് നോക്കിക്കോളൂ, ഇറ്റ്സ് വെരി ഈസി, ബട്ട് പ്ലീസ് ഗോ ത്രൂ കറന്റ് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഓൾസോ. So this is the last question in the descriptive area. Ravi, an Indian citizen, works as a software engineer for an international company. During the previous financial year, Ravi resided in India for 200 days. 200 days reside ചെയ്തു. Ravi ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഇന്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ 23-24 200 days നിന്നത്. However, in April for the current financial year, he accepted a job offer in Canada and left India with a long-term work visa. അപ്പോ അയാൾ ലെഫ്റ്റ് ഇന്ത്യ, ഹി വെന്റ് ടു കാനഡ, പ്ലാനിങ് ടു സെറ്റിൽ ഇൻ കാനഡ ഇൻഡെഫിനറ്റ്ലി. സോ തിരിച്ചു വരാനായിട്ട് ഉദ്ദേശമൊന്നുമില്ല, ഇൻഡെഫിനറ്റ് ആയിട്ട് അവിടെ നിൽക്കാൻ തന്നെയാണ് ഉദ്ദേശം. Analyze the residential status of Ravi for the financial year 24-25. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും പറഞ്ഞതാണ്, നിങ്ങൾ ഇൻകം ടാക്സിനകത്ത് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ OPC-യിലേക്ക് മറ്റേ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് അതിനകത്ത് നമ്മൾ പറയൂലേ കമ്പനീസ് ആക്ടിനകത്ത് ആ പറയുന്ന ആ രീതിയിലല്ല ഫെമയ്ക്കകത്ത് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് കമ്പ്യൂട്ട് ചെയ്യുക. കുറച്ച് കണ്ടീഷൻസ് അതിനകത്ത് നമുക്ക് നോക്കാം. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ഫെമ ആക്ട്, the term person resident in India means the following entities. താഴെ പറയുന്ന എന്റിറ്റീസിനെയൊക്കെ നിങ്ങൾക്ക് PRI എന്ന് വിളിക്കാം. Person resident in India, a person who resides in India for more than 182 days during the preceding financial year. അപ്പൊ ഈ വർഷം ഫെമയുടെ ആക്ട് ആപ്ലിക്കബിൾ ആവണം എന്നുണ്ടെങ്കിൽ, ഫെമ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവണം എന്നുണ്ടെങ്കിൽ പ്രീസിഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ 182 days ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. The following persons are not persons resident in India even though they may have resided in India for 182 days. So നിങ്ങൾ 182 daysൽ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും താഴെ പറയുന്ന ആൾക്കാരെ നമ്മൾ PRI ആയിട്ട് കാണൂല. സോ ലെറ്റ് മീ സം അപ്പ് അഗൈൻ. പൊതുവെ ഫെമ ആക്ട് പ്രകാരം പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ 182 days നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ PRI എന്ന് വിളിക്കും. പക്ഷേ നിങ്ങൾ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ 182 days നിന്നിട്ടുണ്ടെങ്കിലും താഴെ പറയുന്ന കാറ്റഗറിയിൽ വരുവാണെങ്കിൽ നിങ്ങളെ നമ്മൾ PRI ആയിട്ട് കാണൂല. അത് ഏതൊക്കെയാണ്?
a person who has gone out of India, ഇന്ത്യയുടെ പുറത്ത് പോയി, or stays outside India for any of the three purposes given below. അയാൾ ഇന്ത്യയുടെ പുറത്ത് പോയി താഴെ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Three purposes: for taking up employment, for carrying on a business or vocation, for any other purpose or circumstances that would indicate the stay for an uncertain period. അയാൾ ഇന്ത്യയുടെ പുറത്ത് പോയത് ഒരു എംപ്ലോയ്മെന്റ് ചെയ്യാൻ, ഒരു ബിസിനസ് ഓർ വൊക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കാണ് അയാൾ ഇന്ത്യയുടെ പുറത്ത് പോയത് എങ്കിൽ അയാൾ 182 days നിന്നിട്ടുണ്ടെങ്കിൽ പോലും അയാളെ നമ്മൾ PRI ആയിട്ട് കാണില്ല. സോ രവിസ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് രവി ഇന്ത്യയിൽ 182 ഡേയ്സിൽ കൂടുതൽ നിന്നിട്ടുണ്ട്, വിച്ച് ആക്ച്വലി ക്വാളിഫൈ ഹിം ആസ് എ PRI നോർമൽ പ്രൊവിഷൻ പ്രകാരം. ഹൗവെവർ അയാളൊരു ഡിസിഷൻ എടുത്തു, അയാൾ ഇന്ത്യ വിടുവാണ്, കാനഡയിൽ പോവാണ്, ലോങ് ടേം പീരീഡിലേക്കാണ് പോകുന്നത് എംപ്ലോയ്മെന്റ് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ എക്സെപ്ഷൻസിനകത്ത് അത് കവേർഡ് ആണ്. അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻ, a person who has left India for the purpose of employment abroad is not considered as a PRI even if they meet the 182-day requirement. Thus, Ravi does not qualify as a resident for the current financial year. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന, ഞാൻ വീണ്ടും പറയാം, പൊതുവേ 182 ഡേയ്സ് നിന്നിട്ടുണ്ടെങ്കിൽ അയാളെ PRI ആയിട്ട് എടുക്കാം. പക്ഷെ ഇന്ത്യയുടെ പുറത്ത് പോകുന്നത് എംപ്ലോയ്മെന്റ് ആകാം, ബിസിനസ് ഓർ വൊക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു അൺസർട്ടൺ പീരീഡിലേക്കാകാം. ഈ 3 പർപ്പസിന് അയാൾ പോകുന്നതെന്നുണ്ടെങ്കിൽ 182 ഡേയ്സ് നിന്നിട്ടുണ്ടെങ്കിൽ പോലും അയാളെ നമ്മൾ PRI ആയിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. അയാൾ പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ട് മാത്രമേ നമ്മൾ അയാളെ കാണുള്ളൂ. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ എൻറ്റയർ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. Right now, we are going to start with the multiple choice questions. So, multiple choice questions start ചെയ്യാൻ നേരത്തെ I'll give you a few tips എങ്ങനെയൊക്കെ multiple choice question നിങ്ങൾക്ക് ഒരു 15-20 minutes കൊണ്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ലെറ്റ് us start with the multiple choice question. Multiple choice question സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കേസ് ബേസ് സിനാരിയോ ഇട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റൻസ് വരിക. അപ്പോൾ സ്റ്റുഡൻസ് പൊതുവെ പറയുന്ന ഒരു കൺസേൺ ആണ് 15-20 minutes കൊണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതിന് കുറെ ടൈം പോയി. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റൻസ്, അങ്ങനത്തെ ഒരു കൺസേൺസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്ന 2 കാര്യമാണ്. ഒന്ന്, മൾട്ടിപ്പിൾ ചോയ്സ് കുറെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. നോ ഹൗ ഫ്രം വേ ക്യാൻ യു പ്രാക്ടീസ്? ഇഫ് യു സി പ്രീവിയസ് അറ്റംപ്റ്റ്സിനൊക്കെ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് എടുക്കുവാണെങ്കിൽ, RTPs എടുക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാ RTPസിലും, അതായത് ലെറ്റ് us come to our subject corporate and other law, ആ പ്രീവിയസ് അറ്റംപ്റ്റ് എല്ലാ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോയ്ക്കകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി മൾട്ടിപ്പിൾ ചോയ്സ് ഓൺലി, വിച്ച് ഇസ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അതൊരു 4-5 അറ്റംപ്റ്റിന്റെ നിങ്ങൾ ചെയ്ത് നോക്കും. ഇപ്പൊ ചില പോർഷൻസ് പുതിയതായിട്ട് ആഡഡ് ആയിരിക്കും, ലൈക്ക് ഫെമ, അതല്ലാത്ത ബാക്കി എല്ലാ ടോപ്പിക്സും കിട്ടുന്നില്ലേ, അമെന്റ്മെന്റ് വന്നു നമുക്ക് അറിയുകയും ചെയ്യാം ഏതൊക്കെ ഏരിയയിൽ വന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ച് ആൻസർ മാറ്റിയാൽ പോരെ. സോ റിമെമ്പർ, എത്ര മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും ഫെമിലിയാരിറ്റി വരും. ലൈക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യണം, എവിടെ നമുക്കത് ഫോക്കസ് ചെയ്യാം, അല്ലെ ഏതൊക്കെ ഏരിയ ആണ് കുറച്ചും കൂടെ നോക്കേണ്ടത്, എങ്ങനെ ക്വസ്റ്റൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നൊക്കെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേറെ ആദ്യമായിട്ട് എക്സാം ഹാളിൽ ചെന്നിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് സോൾവ് ചെയ്യാൻ നിൽക്കുന്ന ഒരു കുട്ടിക്കാണ് ഭയങ്കര ഡിഫിക്കൽട്ടി വരിക. നൗ ഈ പ്രസന്റ് RTPനെ ബേസ് ചെയ്തിട്ട് ഹൗ ടു ലൈക്ക് സോൾവ് ദ മൾട്ടിപ്പിൾ ചോയ്സ്. അപ്പൊ ഞാൻ ഫസ്റ്റ് വണ്ണിന്റെ ഐ ഗിവ് യു എ സിമ്പിൾ ടിപ്പ്. അതിനനുസരിച്ച് നമുക്ക് അതിന്റെ കേസ് സിനാരിയോ വെച്ച് 2 മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇൻഡിവിജ്വൽ മൾട്ടിപ്പിൾ ചോയ്സ് നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്, ഒരെണ്ണം കേസ് ബേസ്ഡ് ആയിട്ട് അവർ ഇട്ടിട്ടുണ്ട്. സോ കേസ് ബേസ്ഡ് ഉണ്ട്, ഐ എക്സ്പ്ലെയിൻ ടു യു ഹൗ ഇസ് ഇറ്റ് ഈസി ടു ഫൈൻഡ് ഔട്ട്. സി, ഇതൊരു കേസ് സിനാരിയോ. നമ്മളിപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റൻസിലോട്ട് വരാൻ നേരത്ത് യു മൈറ്റ് ഫീൽ ഇറ്റ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അയ്യോ, വീണ്ടും ചെന്ന് അവിടെ ചെന്ന് വായിക്കും, ഇത് അവിടെ കണ്ടില്ലല്ലോ, ഇത് മറന്നുപോയി. അപ്പൊ അതിന് പകരം ആദ്യം എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ഈ പറഞ്ഞ കേസ് ബേസ്ഡ് സിനാരിയോയിൽ നമുക്ക് വേണ്ടത് ടു ആൻസർ ദിസ് പെർട്ടിക്കുലർ മൾട്ടിപ്പിൾ ചോയ്സ്. സോ ആദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ജസ്റ്റ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് വായിച്ചു നോക്കാം. Given that ABC Limited's first financial year ended on 31st March 2024, it was incorporated on 1st January 2023. What is the latest day by which ABC Limited must hold its first AGM? So ABC Limited first AGM എപ്പോഴാണ് ഹോൾഡ് ചെയ്യുന്നത്? അപ്പൊ ഫസ്റ്റ് AGM ഹോൾഡ് ചെയ്യുന്നതിന്റെ പറ്റി ശരിക്കും പറഞ്ഞ രീതിയിൽ നിന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് AGMത്തിനെ പറ്റിയിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ നമ്പർ 1. സെക്കൻഡ് ക്വസ്റ്റൻ, സപ്പോസ് ABC ലിമിറ്റഡ്, നമ്മൾ സിനാരിയോ വായിച്ചിട്ടില്ല കേട്ടോ, ഡയറക്ട്ലി ക്വസ്റ്റിലോട്ട് പോയി. സപ്പോസ് ABC ലിമിറ്റഡ് ഹോൾഡ് ഇറ്റ്സ് ഫസ്റ്റ് AGM on 15 September 2024, ബൈ വെൻ മസ്റ്റ് ഇറ്റ് ഹോൾഡ് ഇറ്റ് സബ്സിക്വന്റ് AGM? സബ്സിക്വന്റ് AGMത്തിനെ ബേസ് ചെയ്തിട്ട് ഇതിനും നമുക്ക് കേസ് ബേസ്ഡിന്റെ ആവശ്യം ആക്ച്വലി വരുന്നില്ല. എല്ലാ ക്വസ്റ്റനും ഫാക്ട്സും ഇതിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. അടുത്തത്, അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013, does ABC Limited need to prepare consolidated financial statement to present at the AGM? So കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ ഇൻഫർമേഷൻ മോളിൽ നിന്ന് എടുക്കണം. സോ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉള്ളൊരു ഏരിയ കാണുന്ന നേരത്ത് വിൽ റീഡ് ദ ടോപ്പിക് മോർ ഇൻ ഡീറ്റെയിൽ. വിൽ റീഡ് വാട്ട് മസ്റ്റ് ABC Limited ensure to pass SR approving the adoption of a new e-commerce model. സോ SR പാസ്സാക്കാൻ നേരത്ത് എന്താണ് നോക്കേണ്ടത്? Ensure to pass SR. സോ ഇതും ആക്ച്വലി മോളിൽ നോക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെറ്റ് സി. അടുത്തത്, under which conditions would ABC Limited would be exempt from preparing consolidated financial statement?
സോ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്ന് എക്സംഷൻ കിട്ടണമെങ്കിൽ അവർ എന്താ ചെയ്യേണ്ടത്? സോ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്യുന്ന 2 ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഏജും സബ്സിക്വന്റ് ഏജും എപ്പോൾ ഹോൾഡ് ചെയ്യണമെന്ന് ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട്. അതുപോലെ SR പാസ്സാക്കി എടുക്കാൻ എന്താണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്? ഇതാണ് 5 ക്വസ്റ്റനിൽ നിന്ന് വന്നേക്കുന്നത്. റിമൈനിങ് ഇൻഡിപെൻഡന്റ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. മോളി പറഞ്ഞ കേസ് സിനാരിയോ ബേസ് ചെയ്തേക്കുന്ന ക്വസ്റ്റൻസ് അല്ല. സോ നൗ ലെറ്റ് us read. അപ്പൊ ആ പറയുന്ന ഏരിയക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്താൽ പോരെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ, ഫസ്റ്റ് ഏജും സബ്സിക്വന്റ് ഏജും SR പാസ്സാക്കാൻ നേരത്തെ എന്താണ് നമ്മൾ കുറച്ചും കൂടെ എൻഷുർ ചെയ്യേണ്ടത് നോക്കാം. ABC Limited was incorporated on 1st January 2023. കുറച്ച് ഇൻഫർമേഷൻസ് പിക്കപ്പ് ചെയ്യുക. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ മാനുഫാക്ചറിംഗ് സെക്ടർ ആൻഡ് എയിംസ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ബിസിനസ് മോഡൽ ടു ഇൻക്ലൂഡ് ഇ-കൊമേഴ്സ് ഓപ്പറേഷൻ. സോ അതിന്റെ ആവശ്യമില്ല. ABC Limited's first financial year ended on 31st March 2024 and the board is preparing for its first AGM to present the financial statement and discuss a new business model. Board board meeting first AGM വേണ്ടി prepare ചെയ്യുവാണ്. കണ്ടോ, preparing for its first AGM. ABC Limited's current board consists of 5 directors, including 2 independent directors, appointed in line with the best corporate governance. The company has a wholly owned subsidiary. നമ്മുടെ CFS ന് ആവശ്യം വരും. XYZ Limited, which is primarily involved in research and development. Wholly owned subsidiary മാത്രം മതി. XYZ Limited's financial year also ended on. സോ ഈ പറയുന്ന ഹോളി ഓൺഡ് സബ്സിഡറിയുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തതും 31st March 2024. യൂണിഫോം ഫിനാൻഷ്യൽ ഇയർ ആണെന്നൊക്കെ നമുക്ക് നോക്കണ്ടേ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവിഷൻസ്. Additionally, ABC Limited has a 30% stake in an associate company. So associate company ഉണ്ട് MNO Limited, which provides logistics and distribution services. The board is assessing if it is required to prepare the consolidated financial statement that combine the financials of ABC Limited, XYZ Limited and MNO Limited. 3 കമ്പനിയും കൂടെ വരുന്ന രീതിയിൽ CFS പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കൺസിഡറിംഗ് ദ എക്സംഷൻസ് അവൈലബിൾ. എക്സംഷൻസും കൂടെ കൺസിഡർ ചെയ്തിട്ട് അവർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. The AGM agenda includes approval of FS, discussion of SR, approval of consolidated financial statements if required, appointment of auditors. ഈ കാര്യങ്ങളൊക്കെയാണ് ആ പറയുന്ന മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന AGM-ൽ. The board has provided notice to all members. Important information ആണ് about the AGM, including the proposal of the special item requiring SR. ആ സ്പെഷ്യൽ ഐറ്റത്തിനെ പറ്റിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. The notice was sent by email and registered post to ensure the compliance with statutory notice requirements. എല്ലാവർക്കും ഇമെയിൽ ആയിട്ടും രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടും അയച്ചിട്ടുണ്ട്. All shareholders, including minority stakeholders, receive the notice with proof of delivery available with the company. Important information. Solve the multiple choice on the basis of Companies Act 2013. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. Given that ABC Limited's first financial year ended on 31st March 2024. Already question പറയുന്നുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്. And it was incorporated on 1st January 2023. What is the latest date by which ABC Limited must hold its first AGM? Financial year കഴിഞ്ഞ് 9 months നുള്ളിൽ. So December 31st 2024 നല്ലേ അത് ഹോൾഡ് ചെയ്യേണ്ടത്. കിടപ്പുണ്ട് 31st December 2024. ഫസ്റ്റ് AGM എപ്പോഴാണ് ഹോൾഡ് ചെയ്യേണ്ടത്? വിതിൻ 9 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. 31st March 2024 ക്ലോസ് ചെയ്തു. സോ എപ്പോൾ ഹോൾഡ് ചെയ്യണം? 9 months എന്ന് പറയുമ്പോൾ 31st December 2024 ഹോൾഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, സപ്പോസ് ABC Limited hold its first AGM on 15th December 2024. By when must it hold its subsequent AGM to remain compliant? So 15th Decemberലാണ് അവർ ഫസ്റ്റ് AGM ഹോൾഡ് ചെയ്തത്. സോ സബ്സിക്വന്റ് AGM എപ്പോൾ ഹോൾഡ് ചെയ്യണം? ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 6 monthsനുള്ളിൽ ഹോൾഡ് ചെയ്യണം. സോ 31st March 2025 ക്ലോസ് ചെയ്യുന്നു. 6 months എന്ന് പറയുമ്പോൾ 30th September 2025 വരെ വരുന്ന ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് 6 monthsനുള്ളിലാണ് പിന്നെ ഹോൾഡ് ചെയ്യേണ്ടത്. സോ 31st March 2025 അത് ക്ലോസ് ചെയ്യുന്നു. വിതിൻ എ പീരീഡ് ഓഫ് 6 months എന്ന് പറയുമ്പോൾ 30th September 2025. സബ്സിക്വന്റ് ഏജ് 6 months ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സ്പെഷ്യൽ റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമേ 3 months എക്സ്റ്റൻഷൻ കിട്ടുള്ളൂ. സോ സാധാരണഗതി വിതിൻ എ പീരീഡ് ഓഫ് 6 months. Under the Companies Act 2013, does ABC Limited need to prepare consolidated financial statement to present at the AGM? Consolidated financial statements prepare ചെയ്യണം. കാരണം ഒരു അസോസിയേറ്റ് കമ്പനി, ഒരു ഹോളി ഓൺഡ് സബ്സിഡറി കമ്പനി മാത്രമല്ലേ വരുന്നുള്ളൂ. അത് ക്വസ്റ്റൻ ഓൾറെഡി പറയുന്നില്ല. ഒരു ഹോളി ഓൺഡ് സബ്സിഡറി കമ്പനി ഉണ്ട്, അതുപോലെ 30% സ്റ്റേക്ക് ഉള്ള ഒരു അസോസിയേറ്റ് കമ്പനി ഉണ്ട്. സോ ദെയർഫോർ അവർ എന്ത് പ്രിപ്പയർ ചെയ്യണം? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. യെസ്, ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി വൺ ഹോളി ഓൺഡ് സബ്സിഡറി ആൻഡ് an associate. വേറെ ഒരു ഓപ്ഷനും ഇതിനകത്ത് വരത്തില്ല. നോ, ബിക്കോസ് ഇറ്റ് ക്വാളിഫൈസ്
qualifies for exemption. Exemption at the covered alla. Yes, only if XYZ Limited and M Limited are listed company applicable alla. And if shareholders provide written consent exempting it from CFS preparation. ആകെ ഇട ഒരൊറ്റ wholly owned subsidiary ഉള്ളൂ. Immediate ആയിട്ട് വരുന്ന ഇത് തന്നെയാണ്. So exemption at the covered alla. So B, C, D option at applicable alla. Option A is the answer. Exemptions nathodum covered alla. അടുത്തത് what must ABC Limited ensure to pass SR approving the adoption of a new e-commerce business model at the AGM. So SR പാസ്സാക്കി എന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെ നോക്കണം? Resolution must have more than 50% vote. 50% vote എന്ന് പറഞ്ഞാൽ OR ആണ്. So option അല്ല. The resolution must be stated as special in the notice and votes in favor must be 3 times the votes cast against. നോക്കട്ടെ. Next option. The resolution can be passed if votes in favor exceeds votes without being stated as special. Adalla. The resolution must have unanimous support from the board of directors. Alla. So point number B is the answer. So special na ezhudikkanam 3/4 of the majority should agree. Allengil 75% of the majority should agree. Appol SR pass aakiyadine thulyamanu. So that part is also done. Under which conditions would ABC Limited be exempt from preparing consolidated FS? Consolidated FS il ninnu exemption kittanam ennengil avade parna ormayundo all members agree ചെയ്തു എന്നിട്ട് proof of delivery കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംഭവം അണ്ടർലൈൻ ചെയ്ത ഓർമ്മയുണ്ടോ? നോക്കാം. If ABC Limited is a wholly owned subsidiary, all members agree in writing to the exemption and proof of delivery of this intimation is available. This is the answer. If XYZ Limited shareholders unanimously agree to waive CFS, തെറ്റാണ്. If MNOs Private Limited Financial are not significant to ABC, തെറ്റാണ്. If ABC Limited's boards decide to skip CFS with a simple majority vote, തെറ്റാണ്. So already all members agree ചെയ്തു. Proof of delivery is also available. That is the answer. So very easy questions with case-based scenario. Going to the individual questions. XYZ LLP is a consulting firm where 4 partners A, B, C, D are responsible for various functions. Partner B, without consulting the other partners, enters into a contract with a third party, Mr. P, for a high value procurement deal on behalf of XYZ. So അയാൾക്ക് അതോറിറ്റി ഒന്ന് കൺസൾട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. തേർഡ് പാർട്ടി ആയിട്ട് എഗ്രിമെന്റിലോട്ട് ഏർപ്പെടുന്നു. XYZ LLPക്ക് വേണ്ടിയിട്ടാണ് ഏർപ്പെടുന്നത്. It is later found that B did not have authority to engage in such deals. Bക്ക് അതോറിറ്റി ഒന്നുമില്ല and XYZ LLP has no history of involvement in the procurement. ഒരു ഹിസ്റ്ററി, അതായത് ഇതൊരു യൂസേജ് ഒരു കസ്റ്റം ഒന്നും അല്ലായിരുന്നു. മിസ്റ്റർ പി, who's an experienced business person, was aware that partner B was not authorized to enter into procurement deals for XYZ. So ആ മിസ്റ്റർ പിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യായിരുന്നു ഈ പറഞ്ഞ പാർട്ട്ണറിന് അതോറിറ്റി ഇല്ല. In this scenario, which of the following statement is correct based on the LLP Act? So basically ഈ കേസിൽ മറ്റേ ഓൾറെഡി തേർഡ് പാർട്ടി ന്യൂ ദാറ്റ് ദ പാർട്ട്ണർ ഹാഡ് നോ അതോറിറ്റി ടു എൻ്റർ. അങ്ങനെയാണ് നമുക്ക് LLP ലയബിൾ ആക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. is bound by the contract അല്ല. is bound by the contract again. XYZ bound by the contract അല്ല. XYZ LLP is not bound by the contract as partner B lacked authority and Mr. P knew of his lack of his authority. എടാ തേർഡ് പാർട്ടിക്ക് അറിയത്തില്ലായിരുന്നു എങ്കിൽ ഓക്കെ, നമുക്ക് ലൈബിലിറ്റി എടുക്കായിരുന്നു. പക്ഷെ ഇവിടെ തേർഡ് പാർട്ടിക്ക് അറിയാമെന്ന് ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്ന കണ്ടോ? മിസ്റ്റർ പി, ഹൂസ് എൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, was aware that partner B was not authorized to enter into a procurement detail. ആ കേസിൽ third party knew that the partner had no authority. അവിടെ LLP നെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. Next question. ABC LLP was incorporated with 2 partners, Mr. Raj and Ms. Rani. Due to certain differences, Ms. Rani resigned from the LLP on 1st January 2024, leaving Mr. Raj as a sole partner. So Mr. Raj as sole partner. Mr. Raj continuing running the business without admitting a new partner and was aware that he was the only remaining partner. Where partner admit cheyade പുള്ളിക്കാരൻ business continue ചെയ്തുകൊണ്ടിരുന്നു. On 1st August of the same year, ABC LLP incurred a debt of 5 lakh from a vendor given the provision in the LLP Act 2008. Which of the following statement correctly describe Mr. Raj's liability in this situation? Rajana liability എന്തായിരിക്കും? Mr. Raj will not be personally liable for the 5 lakh debt as the debt was incurred by LLP. Allah. Mr. Raj will be personally liable for the 5 lakh debt since he was a sole partner of the LLP for more than 6 months. Mr. Raj and Ms. Rani both will be liable. Allah. The LLP will be automatically dissolved after 6 months and no personal liability. Allah. Point number B. Mr. Raj will be personally liable for the 5 lakh debts since he was a sole partner of the LLP for more than 6 months. അതായത് he was cognizant of the fact that he is continuing that LLP even after 6 months. ആ ഒറ്റ പാർട്ട്ണറെ വെച്ചും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി പേഴ്സണലി ലയബിൾ ആയിരിക്കും. പ്രൊവിഷനകത്ത് എടുത്ത് പറയുന്നുണ്ട്. So point number B is the answer. Let us continue with the next question.
Mr. Amit, a chartered accountant, is the appointed auditor of Grey Limited. Mrs. Anita, Mr. Amit's wife, recently acquired equity shares in Grey Limited with a face value of 1 lakh. So, Amit ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അപ്പോയിന്റഡ് ഓഡിറ്റർ ഓഫ് ഗ്രേ ലിമിറ്റഡ് ആണ്. അനിത അമിത്തിന്റെ വൈഫാണ്, സോ റിലേറ്റീവ് ആണ്, റീസെന്റ് അക്വയർഡ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പൊ അതായത് റിലേറ്റീവ് ഇക്വിറ്റി ഷെയർസ് ഫേസ് വാല്യൂ 1 lakh വരെ അക്വയർ ചെയ്തു. സോ ഓഡിറ്ററിന് ഒരു രീതിയിലും അക്വയർ ചെയ്യാൻ പറ്റില്ല, റിലേറ്റീവ് അപ് ടു ദ ഫേസ് വാല്യൂ ഓഫ് 1 lakh വരെ ചെയ്യാം. മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ നോക്കേണ്ട, ഫേസ് വാല്യൂ അപ് ടു 1 lakh ആണ്. Which of the following statement is correct regarding Messrs. Amit and company eligibility to continue as the auditor of Green Limited? നോക്കാം. Messrs. Amit and company must vacate the position of auditor immediately due to disqualification. Disqualified ആയിട്ടില്ലല്ലോ. Messrs. Amit and company can continue as the auditor only if Ms. Anita divest her shares within 30 days. അതുമല്ല, Messrs. Amit and company can continue as an auditor since the shares held by Mr. Amit's wife do not exceed the limits specified under the company audit and auditors rules. Messrs. Amit and company cannot continue as an auditor. Can continue ആണ്. അതായത് റിലേറ്റീവിന്, അവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള മിസ്റ്റർ അമിത് അല്ല അക്വയർ ചെയ്തേക്കുന്നത്, റിലേറ്റീവ് ഓഫ് മിസ്റ്റർ അമിത് ആണ്. റിലേറ്റീവിന് അപ് ടു 1 lakh ഫേസ് വാല്യൂ വരെ ഹോൾഡ് ചെയ്യാം. മാർക്കറ്റ് വാല്യൂ നോക്കണ്ട, ഫേസ് വാല്യൂ. ഇപ്പൊ ഫേസ് വാല്യൂ തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ അപ് ടു 1 lakh ആണ്, ഡിസ്ക്വാളിഫൈഡ് ആകൂല, കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. 1 lakh എക്സീഡ് ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പീരീഡിനുള്ളിൽ ആ പറയുന്ന ഷെയർസ് ഡൈവേസ്റ്റ് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ വെക്കേറ്റ് ചെയ്ത് പോകണം. സോ ഇത് 1 lakh ലിമിറ്റിനുള്ളിൽ തന്നെയാണ്, എക്സീഡ് ചെയ്തിട്ടില്ല, കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പോയിന്റ് നമ്പർ സി, അതായത് ഓപ്ഷൻ സി. അടുത്ത question, XYZ Limited is a company with 51% of its equity shares held by the state government of Maharashtra and 49% by private investors. So XYZ Limited ആണ്, 51% of equity shares state government കയ്യിലും ഉണ്ട്, 49% private investors in കയ്യിലും ഉണ്ട്. The board of XYZ Limited seeks to appoint an auditor for the upcoming financial year. As per the Companies Act 2013, which of the following statement is correct regarding the appointment of the auditor? Appointment of auditor ne base ചെയ്തിട്ട് ഏതാണ് correct? The board of directors of XYZ has the authority to appoint the auditor through a board resolution. അല്ല, the comptroller and auditor general of India will appoint the auditor of XYZ Limited. അത് ആക്ച്വലി കറക്റ്റ്, കാരണം ഇതൊരു ഗവൺമെന്റ് കമ്പനി അല്ലേ. 51% is held either by the central government or state government. ഗവൺമെന്റ് കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? CNDG ആണ്. The shareholders of XYZ Limited അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്ര ഹോൾഡിംഗ് ദ മെജോറിറ്റി അല്ല. എപ്പോഴും ഗവൺമെന്റ് കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്ത ആരാണ്? CNDG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. സോ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. നമുക്ക് പ്രൊവിഷൻ നന്നായിട്ട് അറിയാമെങ്കിലേ, ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മൾട്ടിപ്പിൾ ചോയ്സ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. The last question, X purchased a car from Y, believing that Y was a legitimate owner. Although X paid the full purchase price and took the possession of the car, he did not check the registration certificate of the car to verify the authenticity of Y's ownership. Later, it was discovered that Y was not the rightful owner. So Y rightful owner alla ennu manasilakkunu, and the car had been stolen. Adu stolen aayittulla oru car in the context of good faith General Clause Act, as defined under General Clause Act, determine the validity of X ownership claim over the car. X holds valid ownership of the car because he paid the full price and believed Y to be the legitimate owner. Allah, X did not hold valid ownership because his purchase was made without due care and attention, even though he acted honestly. Honestly ആണ് ആക്ട് ചെയ്തേക്കുന്നത്, പക്ഷെ വിത്തൗട്ട് ഡ്യൂ കെയർ ആൻഡ് അറ്റൻഷൻ ആണ്, ബിക്കോസ് ഇതൊരു കോൺട്രാക്ട് ആണ്. ഓരോ ആക്ടിനനുസരിച്ചിട്ട് നമ്മൾ ആ ഗുഡ് ഫെയ്ത്തിന്റെ മീനിങ് മാറും എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്ത് ഗുഡ് ഫെയ്ത്തിന്റെ മീനിങ് അല്ല ജനറൽ ക്ലോസ് ആക്ടിനകത്ത്. സോ ഓരോ ആക്ടിനനുസരിച്ച് അത് മാറും. സോ ഇവിടെ ഒരു കാർ പർച്ചേസ് ചെയ്തേക്കുന്ന ഒരു കോൺട്രാക്ട് ആണ്. എക്സ് ഹോൾഡ്സ് വാലിഡ് ഓണർഷിപ്പ് ബിക്കോസ് ഹി ഹാഡ് നോ നോളജ് ഓഫ് ദ കാർ ബീങ് സ്റ്റോളൻ, showing he acted in good faith. Allah, X's ownership is valid because he did not act negligently and his actions were deemed in good faith. Allah, it's option B. X does not hold valid ownership because his purchase was made without due care and attention, even though he acted honestly. Due care and attention കൊടുത്തിട്ടില്ല. He has not acted honestly, therefore പോയിന്റ് ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. സോ ഓരോ ആക്ട് അനുസരിച്ച്, ഗുഡ് ഫെയ്ത്തിന്റെ ഡെഫിനേഷൻ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ ആക്ടിനനുസരിച്ചിട്ട് അതിന്റെ മീനിങ് മാറിക്കൊണ്ടിരിക്കും. ഡോണ്ട് ടേക്ക് ഗുഡ് ഫെയ്ത്തിന്റെ ജനറൽ ക്ലോസ് ആക്ടിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കോമൺ മീനിങ് ആക്കി എടുക്കരുത്. അതതായ ആക്ട് എന്ത് പറയുന്നുണ്ടോ അപ്രകാരം എടുക്കാനായിട്ടാണ് ജനറൽ ക്ലോസ് ആക്ട് പറയുന്നത്. സോ ഇഫ് യു സി, നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സും സോൾവ് ചെയ്തിട്ടുണ്ട്. കേസ് ബേസ് സിനാരിയോസും സോൾവ് ചെയ്തിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേസ് ബേസ് സിനാരിയോ വരാത്ത എപ്പോഴും ആ ക്വസ്റ്റൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സോ ആ പറയുന്ന ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാം. ബാക്കിയെല്ലാം വെറുതെ കഥയല്ലേ, ഇന്ന കാര്യം ചെയ്തു, അവിടെ ഇത്ര മറ്റേ ഇന്ന ബിസിനസ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ ജസ്റ്റ് ആക്ച്വലി ഇറലവൻസ് ആണ്, എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്. സോ ഇഫ് യു റീഡ് ദോസ് കേസ് ബേസ് സിനാരിയോയുടെ ക്വസ്റ്റൻസ് ഫസ്റ്റ്, യു നോ വാട്ട് ടു ഫോക്കസ് ഇൻ ദ കേസ് ബേസ് സിനാരിയോ. സോ അതാ നോക്കണ്ടേ. ഇൻഡിപെൻഡന്റ് ക്വസ്റ്റൻസ് പിന്നെ നമ്മൾ ഡയറക്ട്ലി പോയി നോക്കുമായിരിക്കും. സോ ദാറ്റ് ഇസ് ഹൗ
the case-based scenario, multiple choice questions should be sorted out. So remember, ഒരു 20 minutes max ആണ്, 15 minutes ആണ് ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാം. നമ്മൾ സ്പീഡിൽ കുറേ തവണ സോൾവ് ചെയ്താൽ 15 minutes കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ആൻസർ പ്രസന്റേഷന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുക. കമ്മിങ് ഡേയ്സിൽ യു ഹാവ് ഇനഫ് ആൻഡ് മോർ ടൈം അഗെയിൻ ഫോർ യുവർ January 2025 എക്സാംസ്. സോ റിമെമ്പർ, ഈ സെക്ഷൻസ് തീരെ പഠിക്കാതിരിക്കുന്നതിലും കുറച്ച് പ്രൊഫഷണൽ ആക്കാൻ, ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു തോട്ട് പ്രോസസ്സ് മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. സോ അറ്റ്ലീസ്റ്റ് കുറച്ച് സെക്ഷൻസ് പഠിക്കും. സോ ദാറ്റ് യു നോ, ഇപ്പൊ നമ്മൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാനകത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വെയിറ്റേജ് ഓഫ് ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടില്ലേ, ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള ഏരിയാസ് ആണ്. അറ്റ്ലീസ്റ്റ് ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കുറച്ച് സെക്ഷൻ നമ്പേഴ്സ് പഠിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 10, 12, 14 ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഒരു 5 ക്വസ്റ്റൻ സെക്ഷൻ നമ്പേഴ്സ് എഴുതാൻ പറ്റിയാൽ ആ ആൻസർ പേപ്പർ പ്രൊഫഷണൽ ആയില്ലേ. റാദർ ദൻ ലീവിംഗ് ദ എൻറ്റയർ sections, you just focus on that. കാരണം ഇന്റർപ്രിട്ടേഷനിലെ സെക്ഷൻ ഒന്നുമില്ല. ജനറൽ ക്ലോസ് ആക്ടിനകത്ത് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതൊക്കെ സെക്ഷൻസ് നിങ്ങൾ കോട്ട് ചെയ്യും. സിമിലർലി ഫെമയ്ക്കകത്ത് വളരെ കുറച്ച് സെക്ഷൻസേ ഉള്ളൂ. ഈ പേഴ്സൺ റെസിഡന്റ് ഇന്ത്യ വേറെ 1-2 ഡെഫിനിഷൻസിന്റെ സെക്ഷൻസ് ഓർത്തിരിക്കുക. സിമിലർലി നമ്മുടെ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഡോണ്ട് റിമെമ്പർ ദ സബ് സെക്ഷൻസ്, ട്രൈ ടു റിക്കലക്ട് ദ സെക്ഷൻ നമ്പർ. സിമിലർലി കമ്പനീസ് ആക്ടിനകത്ത് വളരെ ഹൈ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ആ ചാപ്റ്റർ വെയിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറഞ്ഞേക്കുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാന്റെ PDF-നകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ആ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്നെങ്കിലും പ്ലീസ് സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ ദ സെക്ഷൻ നമ്പർ. യുവർ ആൻസർ പേപ്പർ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് വെരി പ്രൊഫഷണൽ. So I hope the RTP session was helpful. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്, ലൈക്ക് ഐ സെഡ് in the beginning of this RTP session. So study very well. All the best for your Jan 2025 exams. MTP release avanartha. I will see you for the MTP sessions.